വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം എന്ന പുസ്തകത്തിന്റെ പഠനത്തിന്റെ 6ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മളിന്ന് പ്രവേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസങ്ങളിലായി നടന്ന ക്ലാസ്സിൽ 1-ാം അധ്യായത്തെ കുറിച്ചുള്ള പഠനത്തിലായിരുന്നു. ഇന്നലെ നമ്മൾ ചിന്തിച്ച് നിർത്തിയത് യേശുക്രിസ്തു സ്വർഗത്തിന്റെ വാതിൽ ആകുന്നു എന്നുള്ള, പിതാവാം ദൈവമായിട്ട് മാനവംശത്തെ ബന്ധിപ്പിക്കുന്ന വാതിലാകുന്നു എന്നുള്ള ഭാഗം ചിന്തിച്ചാണ് നമ്മൾ ധ്വനിടയെത്തുന്നത്. അതിനെ കപടമില്ലാത്ത സാക്ഷാൽ ഇസ്രായേലായതുകൊണ്ട് ഇസ്രായേലായ യാക്കോബ് കണ്ട ദർശനത്തിന്റെ ഗോവണി, സ്വർഗത്തോളം എത്തിയിരിക്കുന്ന ഗോവണിയിൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതായി കണ്ട സ്ഥലം അത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നും അല്ല എന്ന ദൈവത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലമായി പഴയ നിയമത്തിൽ ദേശീയവാർത്തയുള്ള ബന്ധത്തിലൊക്കെ വെളിപ്പെട്ട് നിൽക്കുമ്പോൾ പഴയ നിയമത്തിൽ യേശുക്രിസ്തു വ്യക്തമായി നദനിയലിനോട് കുടികളോട് പറയുകയാണ്, അന്ന് യാക്കോബ് കണ്ട ദർശനത്തിൽ മറിഞ്ഞിരുന്നത് അത് എന്നിൽ വെളിപ്പെടുവാൻ നിഴലായി അവൻ കണ്ടതായിരുന്നു ആണ് ഇവിടെ പറഞ്ഞ കർത്താവ് ആ വിഷയത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരുന്നില്ല. അവനാണ് സ്വർഗത്തിലേക്കുള്ള വഴി ഒരുക്കിയിരിക്കുന്നത്. ആകാശത്തിലൂടെ കടന്നുപോയ ശ്രേഷ്ഠമഹാപുരോഹിതൻ തന്റെ ശരീരമെന്ന തിരശ്ശീല ചീന്തി നമുക്ക് വേണ്ടി ഒരു പുതുവഴി തുറന്നു തന്നു. ആ പുതുവഴിയാണ് ക്രിസ്തുയേശു എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. യേശുക്രിസ്തു വാതിലാകുന്നു. അവനിലൂടെ അല്ലാതെ ആർക്കും പിതാവാം ദൈവത്തിനടുക്കിലേക്ക് എത്തിച്ചേരാൻ കഴിയത്തില്ല എന്നുള്ള സന്ദേശം സാക്ഷാൽ ഇസ്രായേലിനോട് ആകുന്ന നദരിയിൽ ഉൾപ്പെടുന്ന ഇസ്രായേലിനോട് ദൈവം കർത്താവ് സംസാരത്തിനെ കൊടുക്കാണ് കഴിഞ്ഞപ്പോൾ ചിന്തിപ്പാൻ കഴിയാത്തത്. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായും മനുഷ്യപാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യാഗമാറ്റിരുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിട്ടും 7-ാം മാസം 10-ാം തീയതി നടക്കുന്ന പാപപരിഹാര ദിവസത്തിലെ അന്നത്തെ ആചാരപ്രകാരമുള്ള ശുശ്രൂഷയിൽ അറക്കപ്പെടുന്ന 2 ആളുകളുള്ള ബന്ധത്തിൽ ഉള്ള 2 ആളുകളുടെ ബന്ധത്തിൽ ഒന്നിനെ അറക്കപ്പെടുകയും മറ്റൊന്നിനെ പാവം വഹിച്ചുകൊണ്ട് മരുഭൂമിയിലേക്ക് അയക്കുന്നതിനെ കുറിച്ചും കഴിയാത്ത 2ാമത്തെ അധ്യായത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വേദപുസ്തക പഠിതാക്കളായിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ദൈവസഭയിലൊക്കെ ഈ വിഷയം വളരെയധികം പരിചിതമായിരിക്കുന്ന ഒരു ഭാഗമാണ് കാനാവിലെ കല്യാണം. അതേക്കുറിച്ച് അറിയപ്പെടാത്ത, ചിന്തിക്കാത്ത, പ്രസംഗം കേൾക്കാത്ത ആരെങ്കിലും ദൈവസഭയിലുണ്ടോ എന്ന് ചോദിച്ചാൽ വിരളമായിരിക്കും. എല്ലാവരും തന്നെ ഈ പ്രസംഗം പലയാവർത്തി കേൾക്കുകയും പ്രസംഗിക്കപ്പെടുകയും ശ്രോതാക്കളും അതുപോലെ പ്രസംഗരുമൊക്കെ ആയിട്ടുള്ള വിഷയമാണ് കാനാവിലെ കല്യാണം. ഇന്ന് രാത്രിയിൽ നമ്മൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ 2-ാം അധ്യായം അതിന്റെ 1 മുതൽ അതിന്റെ 11 വരെയുള്ള വാക്യങ്ങളാണ് കാനാവിലെ കല്യാണത്തോടുള്ള ബന്ധത്തിൽ കർത്താവായ യേശുക്രിസ്തു വെള്ളത്തെ വീഞ്ഞാക്കി തീർത്തതിനോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം അത് യേശുക്രിസ്തുവിന്റെ അടയാളങ്ങളുടെ ആരംഭമായിരുന്നെങ്കിൽ യേശുക്രിസ്തുവിന്റെ അടയാളങ്ങളുടെ അവസാനമായിട്ടുള്ള ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് അതിന്റെ അതേ അധ്യായത്തിലെ 18 മുതലുള്ള 22 വരെ വാക്യം. യേശുക്രിസ്തുവിന്റെ അടയാളങ്ങളുടെ ആരംഭവും അവസാനവും രേഖപ്പെടുത്തിയിരിക്കുന്നു 2-ാം അധ്യായത്തിൽ. പലപ്പോഴും നമ്മൾ യേശു ചെയ്ത 1-ാമത്തെ അടയാളത്തെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. എന്നാൽ പരിശുദ്ധാത്മാവ് ആ ഭാഗം എഴുതിയപ്പോൾ ആരംഭം അവസാനം അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തു ആരംഭം അവസാനമാണ്. നാം അതിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. അവര് ചോദിക്കുന്നു, എന്ത് അടയാളം കാണിച്ചു എന്ന് ചോദിച്ചു. യേശു അവരോട് ഈ മന്ദിരം പൊളിപ്പീൻ എന്ന് പറഞ്ഞ് യേശു ക്രിസ്തു ആകുന്ന മന്ദിരത്തെ പൊളിക്കുന്നതിനെ കുറിച്ചും അവന്റെ ശരീരമാകുന്ന മന്ദിരം തകർക്കുന്നതിനെ കുറിച്ചും അത് മുഖാന്തരമായി തുറക്കപ്പെടുന്ന വലിയ ആനന്ദത്തിലേക്കും സന്തോഷത്തിലേക്കും സഭയുടെ ഉത്സവത്തെ കുറിച്ചുമുള്ള അടയാളം പറഞ്ഞാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭാഗം സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമതായി നാം ചിന്തിക്കുന്നത് പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ബന്ധത്തിലുള്ള പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ അതിന് വളരെ പ്രാധാന്യതയുള്ളതാണ് ഈ കാനാവിലെ കല്യാണം അല്ലെങ്കിൽ അന്ന് വെള്ളത്തെ വീഞ്ഞാക്കിയുള്ള ബന്ധത്തിൽ കാണപ്പെടുന്നത്.
നമുക്കിതിന്റെ പല അർത്ഥതലങ്ങളെ കുറിച്ചും ചിന്തിക്കുവാൻ ഉണ്ട്. എങ്കിലും ആത്മീയ അർത്ഥത്തിലും അതുപോലെ ഇസ്രായേലുള്ള ബന്ധത്തിലും നദീനുള്ള ബന്ധത്തിലും ഒക്കെ ഇതിന് വളരെയധികം കാഴ്ചപ്പാടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ പഴയ നിയമ പ്രവചനങ്ങളുള്ള ബന്ധത്തിൽ ഇതിനെ കോർത്തിണക്കി നമ്മൾ ചിന്തിച്ചെങ്കിൽ മാത്രമേ ഇതിന്റെ ആധികാരികമായ പഠനം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇതും നദീനോട് പറഞ്ഞു, അതിനേലെ ഞാൻ നിന്നെ അത്തിയുടെ കീഴിരിക്കുന്ന കണ്ടു എന്നതുകൊണ്ടാണോ നീ എന്നെ വിശ്വസിക്കുന്നാൽ നീ ഇതിലും വലിയത് കാണും എന്ന് നമ്മോട് പറയാൻ നീ വിശ്വസിക്കുന്നു, നീ ഇതിനേക്കാൾ വലിയത് കാണും എന്ന് ഉത്തരം പറയും. അപ്പോൾ എന്താണ് അതിനോട് നീ വലിയത് കാണും എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തെന്നുള്ളത് അവന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിന് അതിനുള്ള വിഷയത്തിൽ രണ്ട് സന്ദർഭങ്ങളിൽ അതിനെ കുറിച്ച് ഒരു ഭാഗത്ത് വളരെ വ്യക്തം, രണ്ട് ഭാഗത്താണ് രേഖപ്പെടുത്തി. ഒന്ന്, യേശു ക്രിസ്തു അവനെ അത്തിയുടെ കീഴിൽ വെച്ച് കാണുന്നതിനെ കുറിച്ചും അവനെ കണ്ടതിനെ കുറിച്ചും അവനോട് സംസാരിക്കുന്നതിനെ കുറിച്ചും അവൻ ദൈവത്തിനാണ് ക്രിസ്തു എന്നും ദൈവത്തിന്റെ രാജാവാകുന്നു വെളിപ്പെടുത്തുന്ന ഒന്നാമത്തെ ഭാഗം. രണ്ടാമത് നദാനിയേൽ എന്ന വിഷയത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇവനെ സുവിശേഷം 21-ാം അധ്യായം 2-ാം വാക്യത്തിലാണ്. 21-ാം അധ്യായം 2-ാം വാക്യത്തില് പത്രോസ് ഉൾപ്പെടെയുള്ളവര് മീൻ പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ ഗലീലയിലുള്ള കാനായിലെ നദനിയിലും അതിൽ ഉൾപ്പെട്ടിരുന്നു എന്ന് 21-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നദനീലിനെ സംബന്ധിച്ചുള്ള വിഷയത്തിൽ വേദവസ്തുത്തിൽ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരേ രീതിയിൽ എല്ലായിടത്തും ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അത് അന്വേഷിച്ച് വായിച്ച് കണ്ടെത്തേണ്ട ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ വളരെ താല്പര്യത്തോടെ വായിച്ചെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ചുള്ള യഥാർത്ഥമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കൂ. ഇവിടെ 21-ാം അധ്യായം 2-ാം വാക്യത്തിൽ സുവിശേഷം 21-ാം വാക്യത്തിൽ പറയുന്നത് ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള കാനായിലെ നദാനിയേലും സബദി മക്കളും. അപ്പോൾ ഈ മറ്റുള്ള പേരുകളൊന്നും അവിടെ കുറിച്ച് എടുത്ത് പറയാതെ അവരെ വിളിച്ചപ്പോൾ അവരുടെ കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ ഈ കർത്താവിന്റെ ഉയർത്തിന് ശേഷമുള്ള തിബിരിയോസ് എന്ന ഗലീല കടലിലെ മീൻപിടുത്തമുള്ള ബന്ധത്തിൽ പത്രോസിന് കൂടെ ഈ ഗലീലയിലുള്ള കാനായിലെ നദനിയിലും ഉണ്ടായിരുന്നു എന്നതിൽ നിന്ന് ഈ 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാന ഉൾപ്പെടുന്ന ഗലീലയിലെ കാന എന്നുൾപ്പെടുന്ന സ്ഥലം അത് ആശേർ ഗോത്രത്തിൽ ഉൾപ്പെടുന്നതാകുന്നു എന്നാണ് ദൈവജനം നമുക്ക് വ്യക്തമാക്കുന്നത്. ആശേർ ഗോത്രത്തിന്റെ ലഭിച്ചിരിക്കുന്ന അവരുടെ അതിർത്തിയെ കുറിച്ച് യോശുവയുടെ പുസ്തകം 19-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ഗോത്രങ്ങൾക്ക് യോശുവ സ്ഥലം കൈവശപ്പെടുത്തിയ ശേഷമായി അവർക്ക് നറുക്കിട്ട് സ്ഥലങ്ങൾ വിഭാഗിച്ചു കൊടുക്കുന്നതിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങളെ കുറിച്ചുള്ള ഔട്ട്ലൈൻ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ യോശുവയുടെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരമാകുന്നു. ഇടത്തോട്ട് കാബൂൾ, ഹെബ്രോൻ, ലെഗോബ്, ഹമ്മോൻ, ഖാന എന്നിവയിലും മഹാനഗരമായ സീദോൻ വരെയും ചെല്ലുന്നു. അപ്പൊ ഖാന എന്നുള്ള സ്ഥലം അത് ഈ ആശേർ ഗോത്രത്തിൽ ഉൾപ്പെടുന്ന സ്ഥലമാകുന്നു ഗലീലയിലെ ഖാന എന്നത്. അപ്പോൾ അവരുടെ ഗോത്ര വിഭാഗങ്ങളുടെ പേരുകൾ രേഖപ്പെടുത്തി ഓരോ സ്ഥലങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ഈ ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോശുവയുടെ പുസ്തകത്തിൽ കാനാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് ആശേർ ഗോത്രത്തിൽ പെടുന്ന സ്ഥലമാകുന്നു എന്നാണ്. അപ്പോൾ ആശേർ ഗോത്രക്കാരനായിരുന്നു നദനിയേൽ എന്നുള്ളത് ആണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. ആശേർ ഗോത്രത്തിൽപ്പെട്ട നദനിയേൽ കാനായിൽ ഉള്ളവനായിരുന്നു, ആശേർ ഗോത്രക്കാരനായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ പ്രത്യേകതയെക്കുറിച്ച് ആശേർ ഗോത്രത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് യാക്കോബ്, ഇസ്രായേലിന്റെ ഗോത്രപിതാവായിരിക്കുന്ന യാക്കോബ് ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനം കൂടി നമ്മൾ നോക്കുമ്പോൾ അത് വളരെയധികം ഇതിനോട് ബന്ധപ്പെട്ടാണ്
കാണപ്പെടുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 49 20 വാക്യത്തിൽ ആശീർവാദത്തിന്റെ പ്രത്യേകത എന്തായിരിക്കും? അവരെ അനുഗ്രഹിച്ചപ്പോൾ യാക്കോബ് അവരോട് എടുത്തു പറഞ്ഞിരിക്കുന്ന വിഷയം എന്താണെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. 49 20 വാക്യം, ആശേരോ അവന്റെ ആഹാരം പുഷ്ടിയുള്ളത്, അവൻ രാജകീയ സാധുഭോജനം നൽകും. ഗോത്രത്തിന്റെ പ്രധാന ഒരു അനുഗ്രഹം അവന്റെ ആഹാരം പുഷ്ടിയുള്ളതാണ്, അവൻ രാജകീയ സാധുഭോജനം നൽകും. അവൻ നടത്തുന്ന വിരുന്നുകൾ എപ്പോഴും രാജകീയമായിട്ടുള്ള വിരുന്നായിരിക്കും എന്നാണ് ഇവിടെ ആശയനെ കുറിച്ച് ഗോത്രപിതാവായിരിക്കുന്ന ഇസ്രായേലാകുന്ന യാക്കോബ് പ്രവേശിച്ചത്. അപ്പോൾ ഈ വചനം നമ്മൾ നിവർത്തിയിരിക്കുമ്പോൾ രാജകീയ സാധുഭോജനം നൽകുന്നവനാണ്. അല്ലാതെ ദരിദ്രമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടിൽ വരുന്നവർക്ക് എന്തെങ്കിലും ആഹാരം കൊടുത്ത് വിട്ടേക്കാം എന്നുള്ള ചിന്താഗതി ഉള്ളവനല്ല ആശാഗോത്ര. നമുക്കൊരു വിവാഹം നടക്കുമ്പോൾ വരുന്നവരെ തൃപ്തരായിട്ട് അയക്കണം എന്ന ചിന്താഗതിയോടെ വിവാഹം നടത്തുന്നവരായിരിക്കണം ഈ വിരുന്നുകൾ നടത്തുന്നവർ. അല്ലെങ്കിൽ പേരിനൊന്ന് വിളിച്ചൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി വന്ന് പോകട്ടെ എന്നുള്ള നിലവാരത്തിലാകരുത് വിരുന്നുകളൊക്കെ നടത്തുന്നത്. അതിന് പ്രത്യേകതയുണ്ട്. പലരും ചെലവ് ചുരുക്കാൻ വേണ്ടിയുള്ള പല കാര്യങ്ങളും ആസൂത്രണം ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും ചെയ്യുന്നത് ഭക്ഷണപരമായ കാര്യങ്ങളിലൊക്കെ വളരെയധികം കുറവ് വരുത്തുകയും അല്ലെങ്കിൽ അതിന് വേണ്ടതായ രീതിയിലുള്ള കരുതൽ കൊടുക്കാതെ ചെയ്യാറുണ്ട്. പ്രസിനോ മറ്റുള്ള പല കാര്യങ്ങൾക്കും ആഡംബരങ്ങൾക്കൊക്കെ ഒരുപാട് പണം വാരി എറിയുമ്പോൾ വരുന്ന ആൾക്കാർക്ക് കൊടുക്കേണ്ട ആഹാരത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടായിരിക്കണം. ഇവിടെ ആശാഗോത്രക്കാരുടെ പ്രത്യേകത, അതിനേൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ഗോത്രത്തിന്റെ പ്രത്യേകത, അവൻ കാനാവിലുള്ളവനാണ്. ആ ഗോത്ര അപ്പൊ അവനോടുള്ള ബന്ധത്തിലുള്ള ഒരു വിഭാഗമായിരുന്നു കാനാവിലെ കല്യാണം എന്നാണ് നമുക്കിത് വസ്തുതപരമായി ചരിത്രമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ദൈവം പറഞ്ഞ് നീ ഇത് വലിയത് കാണും എന്നുള്ളത് ഒരു ജീവിതത്തെ അനുഭവമാക്കി മാറ്റി എന്നാണ് നമുക്ക് തുറന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവനെ കണ്ടതും കണ്ടുമുട്ടിയതും അവനോട് ഇടപെട്ടതും ഒക്കെ ദൈവത്തോട് അവനെ കൂടുതൽ അടുപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് അവന്റെ വിവാഹ ദിവസം അതിനോടനുബന്ധിച്ച് കർത്താവും അവിടെ എത്തിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തിന് ശേഷവും ഈ ശിഷ്യന്മാരുടെ കൂടെ നദനിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും ദൈവത്തെ അടിസ്ഥാനത്താണ് ചിന്തിപ്പാനായിട്ട് ഇടയാത്തുന്നു. ഇവിടെ പ്രത്യേകത, ആശേർ ഗോത്രത്തിന്റെ പ്രത്യേകത, അവരുടെ പിതാവായിരിക്കുന്ന യാക്കോബ് പറഞ്ഞതിന് പ്രകാരം അവൻ പ്രവചനാത്മാവിൽ അവൻ പറഞ്ഞത് രാജകീയ ഭോജനം സാധുഭോജനം നൽകുന്ന ഒരു ഗോത്രമാണ് ഈ ആശേർ ഗോത്രമെന്ന. അവന്റെ ആഹാരം പുഷ്ടിയുള്ളത് അവൻ രാജകീയ സാധുഭോജനം നൽകും. അപ്പൊ മഹാരാജാവായിരിക്കുന്ന യേശു ക്രിസ്തുവിന് പങ്കെടുക്കുന്ന വിവാഹ വിരുന്ന വീട്ടിൽ അതിന് തക്കതായിരിക്കുന്ന സാധുഭോജനം ഒരുക്കുന്ന ഒരു ഭവനമായി നദനയേലിന്റെ കുടുംബത്തെ ദൈവം മാറ്റിയിരുന്നു. അപ്പോൾ ഗോത്രപിതാവായിരിക്കുന്ന യാക്കോബ് പറഞ്ഞിരിക്കുന്ന പ്രവചനം ഈ കാനാവിലെ കല്യാണ വീട്ടിൽ നിവർത്തീകരിക്കപ്പെട്ടു. അന്ന് വരെ അവർ കൊടുത്തിരുന്നത് അവരുടെ നിലവാരത്തുള്ള രാജകീയ ഭോജനമാക്കും സാധുഭോജനമാക്കി കൊടുത്തെങ്കിൽ ആത്മമണവാളായിരിക്കുന്ന ക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ ആ വീടിന്റെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ അതിന് മാറ്റം വരുത്തി യഥാർത്ഥമായ രാജകീയമായിരിക്കുന്ന സാധുഭോജനം ഒരുക്കി കൊടുത്തത് യേശുക്രിസ്തുവാണ്. അതാണ് ഇവിടെ ഈ പ്രവചനങ്ങളുടെ ബന്ധത്തിൽ. അതുകൊണ്ടാണ് അടയാളങ്ങളുടെ ആരംഭമായിട്ടും ചെയ്തത്. ഇവിടെ കാനാവിലെ കല്യാണ വീട് നദനയേലിന്റെ വീടായിരുന്നെന്നും അവരുടെ പ്രത്യേകത ഒന്നിനും കുറവില്ലാത്ത ശരിയായ രീതിയിലുള്ള അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ അതിഥികളെ ആദരിക്കുന്ന രാജകീയമായിരിക്കുന്ന സാധുഭോജനം കൊടുക്കുന്ന ഒരു പാരമ്പര്യമുള്ള ഭവനമായിരുന്നു നദനയേലിന്റെ ഭവനം കാനാവിലുള്ളത്. അവിടെയാണ് യേശുക്രിസ്തുവിനെ ക്ഷണിക്കപ്പെട്ടിരുന്നത് എന്നാണ്. അവരുടെ കരുതുകൾക്കപ്പുറമായി ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകുകയും രാജകീയമായിരിക്കുന്ന സാധുഭോജനം അവിടെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി രാജാവ് തന്നെ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് അതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കിയെടുക്കുന്നത്. എന്നാൽ എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്നുള്ളത് കൂടി, അതിന്റെ ആത്മീയ ചിന്ത കൂടി നമുക്കത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ആത്മീയ വശം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുമ്പോൾ
ധാന്യം, വീഞ്ഞ്, എണ്ണ, ഈ മൂന്ന് വിഭവങ്ങളെ ഭൂമിയുടെ അനുഭവങ്ങളിൽ നിന്ന് ശേഖരിക്കാൻ വേണ്ടിയാണ് മുൻമഴയും പിന്മഴയും യഥാസമയത്ത് നൽകുന്നതെന്ന് നമുക്ക് യോഗവിഭാഗത്തൊക്കെ നമ്മൾ പഠിപ്പാൻ കഴിയാത്തുണ്ട്. അപ്പോൾ ധാന്യമാകുന്ന ഗോതമ്പും എണ്ണയാകുന്ന ഒലിവും ഒക്കെയും പഴയ നിയമത്തിന്റെ പ്രമാണത്തിനനുസരിച്ച് ഉത്പാദിപ്പിക്കപ്പെടുമ്പോൾ, എന്നാൽ വീഞ്ഞാകുന്ന യഥാർത്ഥമായിരിക്കുന്ന ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ സമ്പാദിക്കുന്ന സഭയാകുന്ന ആ മുന്തിരിത്തോട്ടത്തിന്റെ അനുഭവം പുതിയ നിയമത്തിൽ ആണ് വെളിപ്പെട്ടത്, പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുതിയ നിയമത്തിൽ വീഞ്ഞാകുന്ന വീഞ്ഞിനെ കുറിച്ച് വീഞ്ഞ്, നല്ല വീഞ്ഞ്, രണ്ട് തരത്തിലുള്ള വീഞ്ഞിനെ കുറിച്ച് പറയുന്നുണ്ട്. നല്ല വീഞ്ഞും അതുപോലെ വീഞ്ഞ്, എളുപ്പമായ വീഞ്ഞ്. അപ്പോൾ മരണാനന്തര നിരകളിലേക്ക് അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ ഗണത്തിൽ അന്ന് വരെയും ഉണ്ടാകാതിരുന്ന, അതുവരെയും നിത്യജീവന യോഗ്യതയുള്ളവരും അതുപോലെ വിശുദ്ധ സ്ഥലത്തെ യോഗ്യതയുള്ളതായ ധാന്യത്തിലും വീഞ്ഞിലും എണ്ണയിലും ഉൾപ്പെടുന്ന വിശുദ്ധന്മാരുടെ ആത്മീയതകൾ മാത്രമേ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പുതിയ നിയമത്തിലാണ് മണവാട്ടിയുള്ള ബന്ധത്തിൽ നല്ല വീഞ്ഞും മണവാട്ടിയുടെ തോഴിമാരാകുന്ന കന്യകമാരുള്ള ബന്ധത്തിൽ എളുപ്പമായ വീഞ്ഞിനെ കുറിച്ചും നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്. അതേക്കുറിച്ച് വിശദമായിരിക്കുന്ന ചിന്തകളും പഠനങ്ങളും ഒക്കെ ദൈവവ്യാലെ പിന്മഴ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള പഠനങ്ങളിൽ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതേക്കുറിച്ച് കൂടുതൽ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഭൂമിയുടെ അനുഭവം നൽകുന്ന, അതുവരെ ലഭിക്കാതിരുന്ന മുന്തിരിത്തോട്ടത്തിന്റെ അനുഭവം, സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്ന ക്രിസ്തുവിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മുന്തിരിവള്ളിയുടെ അനുഭവമായിരിക്കുന്ന വീഞ്ഞ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രിസ്തു മുഖാന്തരമാണ്. അത് മുഖാന്തരം ആണ് മനുഷ്യന് ഹൃദയ സന്തോഷം, ആത്മസന്തോഷം ലഭിക്കുന്നത്. ഭൂമിയിൽ നിന്നുണ്ടാകുന്ന വീഞ്ഞുകൊണ്ട് മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതാണെങ്കിൽ അവനെ ആത്മീയ സന്തോഷം നൽകുന്ന, നിത്യസന്തോഷം നൽകുന്ന യഥാർത്ഥമായ ആ വീഞ്ഞായി തീരുവാൻ ക്രിസ്തുയേശുവിൽ നിന്നുള്ള വീഞ്ഞാണ് യഥാർത്ഥമായിട്ടുള്ള ആത്മീയ സന്തോഷം പകരുന്നത് എന്ന് കൂടി ഇവിടെ വെളിപ്പെടുക. അത് മറ്റാർക്കും ഉത്പാദിപ്പിക്കാൻ കഴിയത്തില്ല, യേശു ക്രിസ്തു മാത്രമേ കഴിയത്തുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ ലോകത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ, നോഹയുടെ കാലത്ത് നടന്ന ജലപ്രളയത്തിന് ശേഷമായി നോഹ നട്ടുണ്ടാക്കിയ മുന്തിരിത്തോട്ടത്തെ കുറിച്ചും ആ മുന്തിരിത്തോട്ടത്തിലെ വീഞ്ഞു കുടിച്ച് അതിൽ നിന്ന് അവൻ സുബോധമില്ലാത്തവനായി തീർന്നു എന്നതിനെ കുറിച്ചുമുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഇപ്പോഴത്തെ ലോകത്തുള്ള ബന്ധത്തിൽ കാണാൻ സാധിക്കും. അതൊരു മുന്തിരിയുള്ള ബന്ധത്തിൽ, വീഞ്ഞുള്ള ബന്ധത്തിലാണ് തുടക്കമിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നിലവാരത്തിൽ വന്ന് സുബോധമില്ലാത്തൊരവസ്ഥയിലേക്ക്, ലഹരിയുള്ള ബന്ധത്തിൽ വീഞ്ഞായി തീർന്നു. അത് അവന്റെ കുടുംബത്തെ ബാധിച്ചിരുന്നു. അത് മുഖാന്തരമാണ് ശാപം വീണ്ടും തല ഉയർത്തിയതിനെ കുറിച്ച് നമുക്കിതിനെ കുറിച്ച് നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേര് അവിടെ നോഹയാണ് അതാദ്യമായി കൃഷി ചെയ്ത് മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയത്. അതിന്റെ 3 ആൺമക്കളുണ്ടായിരുന്നു. അവര് ഷേമും ഹാമും യാഫേത്തുമായിരുന്നു. എന്നാൽ മുന്തിരിയുടെ അമിത ഉപയോഗം മുഖാന്തരമായി, വീഞ്ഞിന്റെ അമിത ഉപയോഗം മുഖാന്തരമായി ദൈവത്തിന്ന് നോഹ അകന്നു പോയിരുന്നു എന്നുള്ളതാണ്. അവൻ അജ്ഞാനിയായി തീർന്നുവെന്നാണ് ആ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവര് സുബോധം നഷ്ടപ്പെട്ടപ്പോൾ ഹാമും അതുപോലെ വീഞ്ഞിന് അടിമപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അതിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പുരാതന ലോകത്തിൽ ദൈവത്തോട് കൂടെ നടന്ന നോഹയ്ക്ക് ഇപ്പോഴത്തെ ലോകത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നുള്ള സന്തോഷം വിട്ടിട്ട്, ദൈവത്തിലുള്ള കാഴ്ചപ്പാട് മാറിയിട്ട് ഭൗമികമായിരിക്കുന്ന അനുഗ്രഹത്തിലേക്ക്, തൃപ്തിയിലേക്ക് അവൻ മാറി ദൈവത്തിൽ നകന്നു പോയി എന്നുള്ളത് നമുക്കിവിടെ കാണാൻ. അതുകൊണ്ടാണ് അവൻ കൂടാരത്തിൽ സുബോധമില്ലാതെ ലഹരി അടിമയായി ലഹരിക്ക് അടിമപ്പെട്ട് കിടക്കുമ്പോൾ അവന്റെ മകനായിരിക്കും, രണ്ടാമത്തെ മകനായിരിക്കുന്ന ഹാമും അതേ രീതിയിൽ ലഹരിക്ക് അടിമപ്പെട്ട് എവിടെ കയറി ചെന്നതും അറിയത്തില്ല. അവന്റെ കൂടാരം ഏതാണെന്ന് അവൻ അറിയത്തില്ല. അങ്ങനെ ഒരു നിലവാരത്തിലാണ് അപ്പന്റെ കൂടാരത്തിൽ അവൻ കയറി ചെല്ലാൻ കഴിയാത്തത്. ആ രണ്ടുപേരുടെ സുബോധമില്ലായ്മയിൽ നിന്നാണ് പാവം മുതലെടുത്തെന്നാൽ പിന്നീട് കാര്യങ്ങൾ മനസ്സിലായപ്പോൾ നോഹ മനം തിരിഞ്ഞ്, അല്ലെങ്കിൽ അവർ മനം തിരിഞ്ഞ് യഥാർത്ഥമായ വഴിയിലേക്ക് വന്നു എന്നുള്ളതും നമ്മൾ ആ ഭാഗത്തോട് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞത്, അപ്പോൾ ഇപ്പോഴത്തെ ലോകത്തിന് ആരംഭത്തിൽ വീഞ്ഞാണ് പാപത്തിന് കാരണമായി തീർന്നതെങ്കിൽ, അത് ശാപത്തിന് കാരണമായി തീർന്നതെങ്കിൽ, യേശു ക്രിസ്തു മുഖാന്തരം ശാപവും പാപവും മാറ്റുവാൻ ക്രിസ്തു വന്നപ്പോൾ
അവൻ ഉണ്ടാക്കി കൊടുത്ത വീഞ്ഞ് അത് അതുവരെ ആരും ഉണ്ടാക്കാത്ത തരമുള്ള വീഞ്ഞായിരുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ്. അപ്പോൾ ആ വീഞ്ഞ് അത് എങ്ങനെ ഉളവാക്കിയെന്നും എന്താണ് അവിടെ നടന്നതെന്നുള്ളതാണ് ഇതിന്റെ പശ്ചാത്തലം. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇത് യാക്കോബ് പറഞ്ഞ പ്രവചനം നിവർത്തീകരിക്കപ്പെടണം. രാജകീയ സാധുഭോജനം നൽകുന്നവരാണ് ആശീർഗോത്രക്കാർ. അവിടെ രാജകീയ ഭോജനമാകുന്ന യേശു പങ്കെടുക്കുന്ന വിവാഹ വീട്ടിൽ അത് രാജകീയ ഭോജനം അവൻ തന്നെ നൽകുവാൻ ഇടയാക്കുന്നു. രണ്ട്, ആത്മീയ വിളകളോടുള്ള ബന്ധത്തിൽ ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടിയിരുന്ന ദൈവസഭയുടെ വിളവാകുന്ന എളുപ്പമായ വീഞ്ഞും നല്ല വീഞ്ഞും ഉൽപ്പാദിപ്പിക്കുന്നത് മണവാട്ടി സഭയെ കുറിച്ചും അതുപോലെ മണവാട്ടി സഭയുടെ തോഴിമാരായ കന്യകമാരെ കുറിച്ചുമുള്ള കാര്യമാണ്. അതിനോടുള്ള ബന്ധത്തിൽ കൂടി ഈ ഇവിടെ നടക്കുന്ന സംഭവം അത് പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതുമാണ് നമ്മൾ ഇതുവരെ ചിന്തിച്ചത്. ഇതിന്റെ പശ്ചാത്തലമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പഴയ നിയമത്തിൽ പറഞ്ഞിരുന്ന ഭാഗം അത് ആശേർ ഗോത്രത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞ പ്രവചനം, അത് കാനാ ഉൾപ്പെടുന്ന ആശേർ ഗോത്രത്തിൽ ഉൾപ്പെട്ടിരുന്ന നദനയേൽ ദേശക്കാനായിരുന്നു. അവന്റെ വിവാഹത്തിൽ യേശു പങ്കെടുത്തു എന്നുള്ളത് നീ ഇതിനേക്കാൾ വലുത് കാണും എന്ന് പറഞ്ഞതിനുള്ള ബന്ധത്തിൽ അവനത്തിൽ തന്നെ അത് സംഭവിക്കാൻ ഇടയാക്കുന്നു എന്നുള്ളതും നമുക്കിവിടെ കാണാം. ക്രിസ്തുവിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ആ യേശു ക്രിസ്തുമായുള്ള ബന്ധത്തിൽ നാം പോകും തോറും നമ്മൾ വലിയതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. കഥ നമ്മളെ എപ്പോഴും പുതുക്കത്തിൽ നടത്താൻ ആഗ്രഹിക്കും, വലിയ നന്മയിലേക്ക് നടത്താൻ ആഗ്രഹിക്കും. ക്രിസ്തുവിനെ കണ്ടുമുട്ടിയവരൊക്കെയും അത് അവിടം കൊണ്ട് നിൽക്കുന്ന ഒരു അനുഭവത്തിൽ നിന്ന് അത് വളർച്ച പ്രാപിച്ച് ഉയർന്ന നിലവാരങ്ങളിലേക്ക് മാറുന്നു എന്നാണ് ഈ രണ്ടാമത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കിവിടെ ഇതിന്റെ വാക്യങ്ങളെ വേഗത്തിൽ വായിച്ച് അതിന്റെ പശ്ചാത്തലം കൂടി ഒന്ന് ചിന്തിച്ച് ഈ ഭാഗം ഞാൻ കർത്താവ് ചെയ്ത അടയാളങ്ങളുടെ ആഴം വായിക്കുന്ന ഒന്നാമത്തെ അടയാളത്തെ കുറിച്ചുള്ള ചിന്തകൾ സമാപ്തിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആശ്രയിച്ച് അതിലേക്ക് പ്രവേശിക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന മൂന്നാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈ കാനാവിൽ ആശേർ ഗോത്രത്തിൽപ്പെട്ട എന്നുള്ള ബന്ധത്തിൽ ഈ യേശുവിന്റെ അമ്മ മറിയയ്ക്കും എന്നുള്ള ബന്ധത്തിലുള്ള അടുപ്പം അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്നു. അവിടെ വിവാഹ വീട്ടുണ്ടായിരുന്നു എന്നൂടെ പറഞ്ഞിരിക്കുന്നു. മൂന്നാം നാൾ എന്ന് പറയുമ്പോൾ ചൊവ്വാഴ്ചയാണ്. ഞായറാഴ്ച ഒന്നാം ദിവസം, രണ്ടാം ദിവസം തിങ്കൾ, ചൊവ്വാഴ്ചയാണ് മൂന്നാം ദിവസം. അപ്പൊ മൂന്നാം നാൾ നമ്മുടെ മലയാളത്തിന്റെ ഭാഷ പറഞ്ഞ ചൊവ്വാഴ്ച. അപ്പൊ മൂന്നാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ മൂന്നാം നാളിൽ കല്യാണ വീട്ടിൽ യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും അവരുടെ ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. അപ്പൊ യേശുക്രിസ്തു സ്നാനപ്പെട്ടു. 40 ദിവസത്തെ ഉപവാസ ശേഷമായി ആത്മാവിശക്തിയോടെ ഗിരിയിലേക്ക് മടങ്ങി വന്നപ്പോൾ കർത്താവ് 5 പേരെ തെരഞ്ഞെടുത്തതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറയാം. അപ്പോൾ എല്ലാ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഇല്ലായിരുന്നു. പക്ഷേ അവനോട് കൂടെ ഉണ്ടായിരുന്ന ആ ശിഷ്യന്മാരെ ക്ഷണിച്ചിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. നന്നായി ഏതായാലും കർത്താവിനെ ക്ഷണിച്ചിരുന്നു, അവന്റെ ശിഷ്യന്മാരെ ക്ഷണിച്ചിരുന്നു. യേശുക്രിസ്തുവിനെ ക്ഷണിക്കുക മാത്രമല്ല ചെയ്തത്, ഒരു ശിഷ്യന്മാരെ ക്ഷണിച്ചിരുന്നു. അത് കാണിക്കുന്നത് ഒരു വലിയൊരു മർമ്മം കൂടി വെളിപ്പെടും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇവര് ഈ വളരെയധികം ആതിഥ്യ മര്യാദയുള്ളവരും അത് രാജകീയമായിട്ട് നടത്തുന്ന ആഗ്രഹിക്കുന്നുണ്ട്, അത് ചെലവ് ചുരുക്കി നടത്തുന്ന ആഗ്രഹിക്കുന്നതായിരില്ല. നമ്മളൊക്കെ ഒരു കല്യാണം വിളിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ ആൾക്കാരെ ചുരുക്കാമെന്നോ കഴിവത് നമ്മൾ ഒഴിവാക്കും. ഇപ്പൊ നമുക്കിപ്പം പ്രേലയിൽ ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവരും വിളിക്കാനായിട്ടുള്ള സാധിക്കത്തില്ല. അതിനെ നമ്മൾ മാക്സിമം അത് പ്രധാനപ്പെട്ട ആൾക്കാരെയൊക്കെ വിളിക്കാൻ നമ്മൾ ശ്രമിക്കുള്ളൂ. എന്നാൽ ഇവിടെ കണ്ടത് യേശുവിനെ മാത്രമല്ല വിളിച്ചത്, യേശുവിന്റെ ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. കാരണം അവരുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ്, ആ ഗോത്രത്തിന്റെ പ്രത്യേകത, അവരുടെ പാരമ്പര്യമനുസരിച്ച് യേശുവിനെ വിളിച്ചപ്പോൾ അവന്റെ ശിഷ്യന്മാരെയും കൂടി വിളിച്ചിരുന്നു. നമ്മൾ അങ്ങനെയാ വിവാഹത്തിനൊക്കെ ക്ഷണിക്കുന്നത്. അപ്പൊ നമ്മൾ വിളിക്കുമ്പോൾ ക്ഷണിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അതോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ കൂടി ക്ഷണിക്കുന്നത് അഭികാമ്യമായിട്ടുള്ള കാര്യമാണ്. അത് ചെയ്തിരുന്നത് അവരുടെ പാരമ്പര്യത്തിന്റെ നല്ല പിന്തുടർച്ചയാണ് കാണിക്കുന്നത്. യേശുവിനെ ശിഷ്യന്മാരെ ക്ഷണിച്ചപ്പോൾ ശിഷ്യന്മാരെ ക്ഷണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ക്രിസ്തുവിനെ ക്ഷണിച്ചപ്പോൾ യേശുവിന്റെ കൂടെയുള്ളവരെയും ക്ഷണിച്ചിരുന്നു. കാരണം യേശു വരണമെങ്കിൽ
അവരുടെ ശിഷ്യന്മാരും കൂടി ഉണ്ടാകും. അപ്പോൾ അവരെ ഒഴിവാക്കി യേശു വരത്തില്ല എന്ന് ഈ വീട്ടുകാർക്ക് അറിയാമായിരുന്നു, അല്ലെങ്കിൽ യേശുവിന്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നു. അപ്പോൾ യേശുവിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, യേശുവിനെ ക്ഷണിക്കുമ്പോൾ ശിഷ്യന്മാരെയും കൂടി വിളിച്ചിരിക്കണം എന്നുള്ള കാഴ്ചപ്പാട് കൊടുത്തിരുന്നു. എന്തായാലും ആ ഗോത്രത്തിന്റെ പ്രത്യേകത അനുസരിച്ച് അവരത് വിളിച്ചിരുന്നു. അപ്പോൾ ഇവരെ വിളിക്കാൻ കാരണം ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഇതിവിടെ വിളിക്കുമ്പോൾ കർത്താവിന്റെ കൂടെയുള്ള ശിഷ്യന്മാർ യേശുക്രിസ്തു ചെയ്യുന്ന അടയാളത്തിന്റെ സാക്ഷ്യം വഹിക്കണം. അതുകൊണ്ടാണ് ഇനി അവരെ വിളിച്ചത്. അത് ദൈവത്തിന്റെ ഹിതമായിരുന്നു. ഞാൻ പറഞ്ഞ വിവാഹം നടത്തുന്ന സമയത്ത് എല്ലാവരെയും വിളിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല, അതിനുള്ള പരിമിതിയുണ്ട്. എന്നാൽ ഇവിടെ വിളിച്ചേ മതിയാകുള്ളൂ. കാരണം യേശുവിന്റെ അടയാളങ്ങളുടെ ആരംഭമായി ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ സ്വർഗം നേരിട്ടാണ് ആ വിവാഹത്തിന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത്. ദൈവത്തിന്റെ സ്വർഗത്തിന്റെ നേരിട്ടുള്ള ഒരു നിയന്ത്രണത്തിലാണ് ക്രിസ്തു പങ്കെടുക്കുന്ന വിവാഹം നിയന്ത്രിക്കപ്പെടുന്നത്. രാത്രി ഞാൻ മാമം പറയാം, യേശു ക്രിസ്തുവിനെ ക്ഷണിക്കുന്ന, ക്രിസ്തു യേശുവിന്റെ ഭക്തന്മാരെ, വിശുദ്ധന്മാരെ ക്ഷണിക്കുന്ന ഏത് ശുശ്രൂഷകളാണെങ്കിലും അതിന്റെ നിയന്ത്രണം മനുഷ്യരല്ല നിയന്ത്രിക്കുന്നത്, അവിടെ ദൈവമാണ് നിയന്ത്രിക്കുന്നത്. ഇവിടെ സ്വർഗത്തിന്റെ പദ്ധതിയാണത്. ആ വിവാഹ ശുശ്രൂഷയിൽ യേശു ക്രിസ്തുവിന്റെ അടയാളം ഒന്നാമത് അവൻ അടയാളം ചെയ്യുമ്പോൾ അവന്റെ ശിഷ്യന്മാർ കാണെ അത് വെളിപ്പെടുത്തണമെന്നും അവർ അവനിൽ വിശ്വസിക്കുവാൻ ഇടയാകണമെന്നതും സ്വർഗത്തിന്റെ പദ്ധതിയായിരുന്നു. ഒന്നുകൂടി ഞാൻ ഇതിനെ പറയുന്നത്, ദൈവത്തിന്റെ മക്കളുള്ള ബന്ധത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവ സാന്നിധ്യം പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുന്ന ഏത് ശുശ്രൂഷയിലും അവിടെ ദൈവമാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. രാത്രിയിൽ നമ്മുടെ പ്രാർത്ഥന മീറ്റിംഗ് ആകട്ടെ, ബൈബിൾ സ്റ്റഡി ആകട്ടെ, നമ്മുടെ കല്യാണമാകട്ടെ, അത് ദുഃഖവിലാഭവനമാകട്ടെ, ഏത് കാര്യത്തിലും ഏത് ശുശ്രൂഷയിലും യേശുവിനെ അവിടെ സന്നിഹിതമാകുമ്പോൾ, ക്രിസ്തുവിന്റെ സാന്നിധ്യം നാം പ്രാർത്ഥിക്കുമ്പോൾ, യാചിക്കുമ്പോൾ, ദൈവ സാന്നിധ്യം വരുമ്പോൾ ആ വീട് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ദൈവിക നിയന്ത്രണത്തിന്റെ കീഴിലേക്ക് മാറ്റപ്പെടും. അവിടെ സ്വർഗീയ ദൂതന്മാരുടെ കാവലുണ്ടാകും, ദൈവത്തിന്റെ സാന്നിധ്യമായിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. അതാണ് ഇവിടെ പ്രത്യേകത. അപ്പൊ യേശുവിടെ എത്തിയോടുകൂടി കർത്താവിന്റെ മഹത്വം അടയാളങ്ങളോടുകൂടെ വെളിപ്പെടുത്തുമ്പോൾ അത് ശിഷ്യന്മാരെ ഒഴിവാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് രാജകീയ ഭോജനം സാധുഭോജനം കൊടുക്കുന്ന പാരമ്പര്യമുള്ള ആശ്ചര്യന്റെ ഗോത്രത്തിൽപ്പെട്ട നദരേലിന്റെ വീട്ടിൽ തന്നെ ആ വിവാഹം നടത്തുവാൻ സ്വർഗം പ്ലാൻ ചെയ്തത്. അപ്പൊ ഈ വിവാഹം ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു, ദൈവത്തിന്റെ പ്ലാനിൽപ്പെടുന്നതായിരുന്നു. അപ്പോൾ നമുക്കറിയാം കർത്താവ് ചെയ്ത അടയാളങ്ങളെല്ലാം അതിന്റെ പിമ്പിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ശുശ്രൂഷകളായിരുന്നു അതിന്റെ പിമ്പിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒന്നാമത്തെ അടയാളം ചെയ്യാൻ വേണ്ടി ദൈവം കണ്ട കാനാവിലെ നദനയേലിന്റെ ഭവനം ദൈവത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു. അവിടെ എങ്ങനെ കാര്യങ്ങൾ നടത്തണമെന്നുള്ളത് ദൈവിക പദ്ധതിയായിരുന്നു. അപ്പോൾ ഈ കുടുംബം എല്ലാം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നിനൊരു കുറവുള്ള വീടല്ലായിരുന്നു. കലവറയും വീഞ്ഞ് സൂക്ഷിച്ചു വെക്കുന്ന നിലവറകളൊക്കെ ഉണ്ട്. അതെല്ലാം നിറവുള്ളതായിരുന്നു. ഒരു കുഴപ്പമില്ലാതെ എത്ര പേര് വന്നാലും തിന്നുകുടിച്ച് സന്തോഷത്തോടെ പോകത്തക്കവണ്ണമുള്ള കരുതൽ ഉണ്ടായിരുന്ന ഒരു ഭവനമായിരുന്നു ഖാനാവിലെ കല്യാണം. എന്നാൽ അവിടെ ഒരു കുറവ് വരണം എന്നുള്ളത്, അത് പ്രധാനമായിട്ടും കുറവ് വരേണ്ടത് വീഞ്ഞാണം ആകണമെന്നുള്ളതും ദൈവിക പദ്ധതിയായിരുന്നു. നാം എത്ര കരുതിയാലും എന്തെല്ലാം ചലിച്ചു വെച്ചാൽ ദൈവമഹത്വം വെളിപ്പെടുത്തുവാനുള്ള കാര്യങ്ങളിൽ ദൈവം അതിന് കുറവുകൾ ഇട്ടിരിക്കും. ആ ദൈവത്താൽ പരിഹരിക്കപ്പെടേണ്ടതാണ്. മനുഷ്യമായിട്ടുള്ള എല്ലാ കണക്കൂട്ടുകളും നാം ചെയ്ത് നമ്മുടേതായിട്ടുള്ള കണക്കൂട്ടുകൾ ഒരു കുറവുമില്ല എന്നുള്ള വിചാരത്തിൽ നാം ഇരിക്കുമ്പോഴും അപ്രതീക്ഷിതമായിരിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് പിമ്പിൽ അത് ദൈവോദ്ദേശമാണ്, ദൈവമാത്രം വെളിപ്പെടുത്താൻ വേണ്ടി. ഇവിടെ അവരെ കിടാൻ ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. ആദ്യം വീഞ്ഞ് പോരായി വരികയാണ് ചെയ്തത്. പിന്നീട് നോക്കിയപ്പോൾ പെട്ടെന്ന് വീഞ്ഞവിടെ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. ആ വിരുന്ന് വീടിന്റെ അവസ്ഥയെക്കുറിച്ച് ശരിക്കറിയണമെങ്കിൽ
അന്നത്തെ കാലത്തിന്റെ പ്രത്യേകതയാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. വീഞ്ഞില്ലാത്ത അവസ്ഥ എന്താണ്? അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു വീടിന്റെ ഒരു സന്ദർഭമായിട്ട് മാത്രം ചിന്തിക്കാതെ ആ കാലഘട്ടത്തിലെ മനുഷ്യനാകുന്ന മാനവ കുലത്തിന്റെ പ്രത്യേകതയാണ് അവിടെ ആ പൗർണത്തിൽ വെളിപ്പെടുന്നത്. നമ്മൾ ഒരിക്കലും ഈ കഥാവിയുടെ അടയാളത്തെ ഒരു കുടുംബത്തോടോ അല്ലെങ്കിൽ ഒരു സന്ദർഭത്തോടോ ഒരു വിഷയത്തോടോ മാത്രം പരിമിതിപ്പെടുത്തി ചിന്തിക്കരുത്. എന്താണ് വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞതെന്നുള്ളത് യഥാർത്ഥമായി മനസ്സിലാകണമെങ്കിൽ അത് ഒരു വിവാഹ വീട്ടിലെ വീഞ്ഞിന്റെ കുറവിൽ വന്ന ഒരു കാര്യമല്ല. എന്നാൽ വീഞ്ഞില്ലാതെ വന്നാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് യെശയ്യാവിന്റെ പ്രവചനം 24-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. യെശയ്യാവിന്റെ പ്രവചനം 24-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ എന്താണ് വീഞ്ഞില്ലാത്ത അവസ്ഥ വരുമ്പോഴുള്ള ദേശത്തിന്റെ സ്ഥിതി എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. യെശയ്യാവിന്റെ പ്രവചനം 24-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളത് വായിക്കുമ്പോൾ ആ കനാവിലെ വീട്ടിലെ കാര്യം മാത്രമായിട്ട് എടുക്കാതെ അതിന്റെ പുറകിൽ ഉണ്ടായിരിക്കുന്ന മനുഷ്യവംശത്തിന്റെ കുറവെന്താണെന്ന് കൂടി ഇവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണ് 24-ാം അധ്യായം 11-ാം വാക്യം, വീഞ്ഞില്ലായകിയാൽ വീതികളിൽ നിലവിളി കേൾക്കുന്നു, സന്തോഷമൊക്കെ ഇരുണ്ടിരിക്കുന്നു, ദേശത്തിലെ ആനന്ദം പോയിപ്പോയിരിക്കുന്നു. അപ്പോൾ പട്ടണത്തെ ശൂന്യത മാത്രം ശേഷിച്ചിരിക്കുന്നു, വാതിൽ തകർന്നു, നാശമായി കിടക്കുന്നു. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ എഴുതിയിരിക്കുക. വീഞ്ഞില്ലാകിയാൽ വീതികളിൽ നിലവിളി കേൾക്കുന്നു, സന്തോഷമൊക്കെ ഇരുണ്ടിരിക്കുന്നു, ദേശത്തിലെ ആനന്ദം പോയിപ്പോയിരിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ ലോകത്തോടുള്ള ബന്ധത്തിൽ യേശു ചെയ്ത അടയാളം ഒരിക്കലും വെള്ളത്തെ വീഞ്ഞാക്കി എന്നുള്ളത് ഒരു സിമ്പിൾ കാര്യം കൊണ്ട് തീരുന്നല്ല. അതിന്റെ പിമ്പിൽ മനുഷ്യവംശത്തെ, മാനവ ലോകത്തെ വെളിപ്പെടുത്തുക. ദൈവമനുഷ്യൻ സൃഷ്ടിച്ചത് സന്തോഷമുള്ളവനായി, ആനന്ദമുള്ളവനായി, അനുഗ്രഹിക്കപ്പെട്ടവനായി കാണപ്പെടാൻ വേണ്ടിയാണ്. അപ്പോൾ വീഞ്ഞിനുള്ള ബന്ധത്തെ കാണുമ്പോൾ അത് ക്രിസ്തുവിന്റെ രക്തത്തോടും പരിശുദ്ധന്മാരോടും ഒക്കെ ബന്ധത്തിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് വീഞ്ഞ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, വീഞ്ഞിനെ കർത്തവേഷമുള്ള ബന്ധത്തിൽ അത് കർത്താവിന്റെ രക്തത്തിന് നിദാനമായിട്ട് നിൽക്കുന്നു, അത് പരിശുദ്ധാത്മാവിന് നിദാനമായിട്ട് നിൽക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവില്ല, ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശുദ്ധീകരണം ഇല്ലെങ്കിൽ വീതികളിൽ നിലവിളി കേൾക്കുന്നു, സന്തോഷം ഇരുണ്ടിരിക്കുന്നു, ദേശത്തിലെ ആനന്ദം പോയിപ്പോകും. അപ്പൊ അങ്ങനെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാത്ത, പാപം നീക്കപ്പെടാത്ത ഒരു ലോകത്തിന്റെ സ്ഥിതിയെക്കുറിച്ച് നോക്കുമ്പോൾ വീഞ്ഞില്ല. വീടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ വീഞ്ഞെന്നുള്ളത് വേണമെങ്കിൽ അപ്പം പോയി വില കൊടുത്ത് വാങ്ങിക്കാവുന്ന കാര്യമാണ്. വെളിയിൽ പോയി വാങ്ങിക്കാം, പരിഹരിക്കപ്പെടാം. ഇത് കഴിഞ്ഞാൽ വീഞ്ഞ് എവിടെയെങ്കിലും ഉള്ളത് കൊണ്ട് ഉപയോഗിക്കൊണ്ടിരാൻ പറ്റും. അത് അത്ര വലിയ വിഷയമുള്ള കാര്യമല്ല. വീഞ്ഞ് എവിടെയെങ്കിലും കാണും, അടുത്ത വിവാഹ വീട്ടിൽ വീഞ്ഞ് സൂക്ഷിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ അത് കൊണ്ടുവരാം. എന്നാൽ ഇവിടെ വീഞ്ഞ് പോരാതെ വരികയെന്ന് പറഞ്ഞിരിക്കുന്നത് ആ സന്ദർഭത്തിലെ ആ ക്രിസ്തു വെളിപ്പെട്ട സമയത്തെ ലോകത്തിന്റെ ഒരു പിക്ചർ, ഒരു ചിത്രത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ഈ ആനന്ദ വീടാകേണ്ടുന്ന ഈ കാനാവിലെ കല്യാണ വീട് എങ്ങനെയാ തീർന്നു? വാസ്തവത്തിൽ അത് നിലവിളി വീഴുന്ന ഒരു അനുഭവത്തിലേക്ക്, സന്തോഷം ഇരുണ്ടുപോയ, ആനന്ദം ഇല്ലാതായി തീർന്നിരിക്കുന്ന ഒരവസ്ഥയെ കാണിക്കുന്നത് വിവാഹ വീട് അങ്ങനെ ഒരു വീടാകാൻ പാടില്ല. അത് സന്തോഷമായിരിക്കണം. അപ്പൊ ക്രിസ്തു മുഖാന്തരമല്ലാതെ മനുഷ്യന്റെ ദുഃഖത്തിന്, അവന്റെ നിരാശയ്ക്ക്, അവന്റെ നിലവിളിക്ക് മാറ്റം വരികയില്ല എന്നുള്ളതാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ വീഞ്ഞ് പോരാതെ വരികയാണ്. യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സന്ദർഭത്തോടുള്ള ബന്ധത്തിൽ അത്രമാത്രം ചിന്തിച്ചു പോകാതെ ഇതിന്റെ പിമ്പിൽ മറിഞ്ഞിരിക്കുന്ന അന്നത്തെ ലോകത്തിന്റെ പശ്ചാത്തലത്തെ വെളിപ്പെടുത്തി നാം ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ ഇതല്ലേ യഥാർത്ഥമായിട്ടുള്ള കാര്യം? അതന്നെ യഥാർത്ഥമായിട്ടുള്ള കാര്യം. അപ്പം വീഞ്ഞില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവർക്ക് സമാധാനമില്ല, പരിശുദ്ധാത്മാവിന്റെ സന്തോഷമില്ല, ആനന്ദമില്ല, ദൈവ സാന്നിധ്യമില്ല. ആ ഒരു അനുഭവത്തിൽ ആ ഭവനമായപ്പോൾ ആ ഭവനത്തിന്റെ ഉൾവിളികളെ മനസ്സിലാക്കി, ആ സന്തോഷം ഇരുണ്ടു പോകുന്ന അവസ്ഥയെ മനസ്സിലാക്കി, ആനന്ദം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയെ മനസ്സിലാക്കി യേശുവിന്റെ അമ്മയ്ക്ക് മനസ്സിലായി ഇതൊരു വിലാപത്തിന്റെ, ദുഃഖത്തിന്റെ, നിരാശയുടെ ഭവനമായി മാറാൻ പോവുകയാണ്.
അങ്ങനെ ഒരിക്കലും പാടില്ല. കാരണം ഞാനിവിടെ ഉള്ളത് കൊണ്ട്, എന്റെ മകനോട് വന്നിരിക്കുന്നുകൊണ്ട് അവനത് സാധ്യമാക്കി തീർക്കും. ലോകത്തിന്റെ സമാധാനം വരുത്തുവാൻ, സന്തോഷം വരുത്തുവാൻ, അനുഗ്രഹം വരുത്തുവാൻ വേണ്ടിയാണ് എന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ പരിശുദ്ധാത്മാവിനാൽ ഒഴിവാക്കിയത് എന്ന് മറിയയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്കറിയാമായിരുന്നു ഈ വിഷയം പരിഹരിക്കപ്പെടുവാൻ വേണ്ടി തന്റെ പുത്രന് കഴിയും എന്നുള്ള ഉറപ്പ് മറിയയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മറ്റാരോടും ഈ വിഷയം പറയാതെ നേരിട്ട് വന്ന് തന്നെ പറഞ്ഞത് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം സന്തോഷമൊക്കെ പോയിക്കൊണ്ടിരിക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു നിലവാരത്തിലേക്ക് ഈ ഭവനമായിരിക്കുക, വീഞ്ഞില്ല. അപ്പോൾ യേശുവോട് പറഞ്ഞപ്പോ ആ അവസ്ഥകളെ ഉള്ളതുപോലെ പറഞ്ഞു കർത്താവിന്റെ അടുത്ത് പറഞ്ഞു. ഒരു വീഞ്ഞ് പരാതി വന്നിരിക്കുകയാണ്. യേശുവിന്റെ അടുക്കൽ വന്നവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോ ഇല്ല എന്ന് പറയുന്നിടത്ത് ഉളവാക്കുവാൻ കഴിവുള്ള സൃഷ്ടിതാവാണ് തന്റെ പുത്രൻ എന്ന് മറിയയ്ക്ക് അറിയാമല്ലോ. കാരണം യേശു ജനിക്കുന്നതിന് മുമ്പ് അവളോട് ദൈവത്തിന്റെ ആത്മാവ് ദൈവം നേരിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്. ഈ കുഞ്ഞ് എങ്ങനെയാണ് ജനിച്ചതെന്നും ഏതെല്ലാം അവസരത്തോടാണ് വളർന്നു വന്നെന്നും എപ്പോഴാണ് യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടെന്നും ഒക്കെയുള്ള കാര്യങ്ങളെ ഉള്ളിൽ സംഗ്രഹിച്ച് വെച്ചവളായിരുന്നു മറിയ. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൂതൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉള്ളിൽ സംഗ്രഹിച്ചിരുന്നു. ആ സംഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഓർത്തപ്പോൾ നമുക്ക് മനസ്സിലായി വിഷയം പരിഹരിക്കുവാൻ എന്റെ ഉദരത്തിൽ പറഞ്ഞിരിക്കുന്ന എന്റെ പുത്രന് കഴിയും, അവൻ ദൈവപുത്രനാണെന്ന് നമുക്കറിയാൻ പറ്റും. പുറമേ പറഞ്ഞിരുന്നില്ല. പുറമെ യേശു ദൈവപുത്രനാണെന്ന് മറിയ ഒരിക്കലും പറഞ്ഞു. കാരണം അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യത്തിലല്ല അത് അങ്ങനെ പറയാൻ ദൈവം അനുവദിച്ചിട്ടു. എന്നാൽ അവൾക്കറിയാമായിരുന്നു യേശു ആരാണെന്നുള്ളത്. അത് അവൾ പറയാണ്, ആ വീടിന്റെ വിഷയം യേശുവിന്റെ അടുത്ത് വന്ന് വേഗത്തിൽ പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിവിടെ പറഞ്ഞത് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്ന വീടിന്റെ കാര്യം നോക്കുമ്പോൾ ഇത്രയും ഭാഗം എഴുതിയിട്ടുള്ളെങ്കിലും അതിന്റെ അകത്ത് വളരെ കലവറയ്ക്കകത്തും ചുറ്റുപാടുകളും ഒക്കെ അറിയപ്പെടേണ്ട എല്ലാവരും തമ്മിൽ ഭയങ്കര കുശുശുപ്പും വർത്തമാനമൊക്കെ ഉണ്ടായി. ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യം തന്നെ ഉണ്ടായി. വാങ്ങിക്കാൻ പോണോ, എവിടെ നിന്ന് കൊണ്ടുവരണോ, അത് എങ്ങനെ കിട്ടും, എങ്ങനെ അത് മാനേജ് ചെയ്യാം എന്നൊക്കെയുള്ള ചിന്താഗതികൾ വന്നപ്പോൾ നിശ്ചയമായിട്ടും യേശുവിന്റെ അമ്മ ഈ രഹസ്യം, ഈ വിവരം അറിയിക്കുകയും അവളുടെ അടുക്കൽ വഴി അത് അറിയുകയും യേശുവിന്റെ അടുക്കൽ ചെന്ന് അവനോട് ഈ കാര്യമോട് രഹസ്യമായി പറയുകയും ചെയ്തു. അപ്പോൾ യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്ക് തമ്മിൽ എന്ത്, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഇവിടെ സ്ത്രീ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരിക്കലും അപമാനിക്കുന്ന രീതിയിലൊന്നുമല്ല യേശു തന്റെ അമ്മയെ വിളിച്ചിരിക്കുന്നത്. സ്ത്രീ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ആ നിലവാരത്തിൽ വിളിച്ച സ്ത്രീ എന്ന് വിളിച്ചിരിക്കുന്നത് ഇതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ ആ ഒരു രീതിയിൽ അപമാനിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഉള്ള രീതിയിലല്ല യേശു അവിടെ സംസാരിച്ചത്. എന്നാൽ ദൈവത്തിനയക്കുന്ന ക്രിസ്തു അധികാരമുള്ളവനാണ്. ഞാൻ പറയുകയാണ്, ഇവിടെ നീ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ യേശു പറയുമ്പോൾ മനുഷ്യനായിരിക്കുന്ന ക്രിസ്തുവിന് മാതാവുണ്ട്. എന്നാൽ ദൈവത്തിനയക്കുന്ന ക്രിസ്തുവിന് മാതാവില്ല. ദൈവത്തൻ എന്ന് പറയുമ്പോൾ അവന്റെ ജനത്തോടുള്ള ബന്ധത്തിൽ അവന് പിതാവില്ല, മാതാവില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന അർത്ഥമാണ്. ദൈവത്തിന്റെ പുത്രൻ മനുഷ്യനായി വന്നപ്പോൾ അവന് മാതാവുണ്ട്. എന്നാൽ മനുഷ്യനായി വന്നിരിക്കുന്ന ദൈവത്തിന് പിതാവില്ല. അപ്പോൾ എന്നാൽ ദൈവത്തിന് പിതാവുണ്ട്, എന്നാൽ മാതാവില്ല. അതുകൊണ്ടാണ് ഇബ്രായത്തിൽ പറയുന്നത് വംശാവലില്ല, ആരംഭമില്ല, അവസാനമില്ല, മാതാവില്ല, പിതാവില്ല നമുക്ക്. അപ്പോൾ മനുഷ്യായിരിക്കുന്ന യേശുവിന് മാതാവുണ്ട്, എന്നാൽ അതിന്റെ പിമ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ പിതാവില്ല എന്നാണ് ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിനയക്കുന്ന ക്രിസ്തുവിന്റെ പിതാവുണ്ട്, മാതാവില്ല. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് യേശു പറഞ്ഞത്, സ്ത്രീയെ, ദൈവത്തിന്റെ നിലവാരത്തിൽ പറഞ്ഞ സ്ത്രീയെ, നിനക്കും എനിക്കും തമ്മിലെന്ത്, എന്റെ നാഴിക വന്നിട്ടില്ല. യേശു നാഴിക എന്നുള്ള ഉദ്ദേശിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ അവസാനമാകുന്ന അവസാനത്തെ അടയാളം. അത് ഈ ഒരു അടയാളം ആരംഭിച്ചു കഴിഞ്ഞാൽ ആ അടയാളത്തിലേക്ക് തീരും എന്നുള്ളതാണ് ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്റെ നാഴിക വന്നിട്ടില്ല. അപ്പോൾ
അങ്ങനെ ഒരു സമയം ആയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് അത് ചെയ്യുവാൻ കർത്താവ് തയ്യാറായി. അപ്പോൾ ഈ യേശുവിന്റെ അമ്മ എന്ന് പറഞ്ഞതുകൊണ്ട് ഉടൻ തന്നെ അങ്ങനെ ഒരു ഞാനിപ്പം തന്നെ അത് ചെയ്തേക്കാമെന്നല്ല പറഞ്ഞത്. എന്റെ നാഴിക വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് സ്വർഗമാണ് തീരുമാനിക്കേണ്ടത്, ഭൂമിയിലല്ല തീരുമാനിക്കേണ്ടത്. ഒരർത്ഥത്തിലാ പറഞ്ഞ എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ യേശുവിന്റെ അടയാളം ആരംഭിക്കാൻ സമയമായോ എന്നുള്ളത് പിതാവാം ദൈവമാണ് തീരുമാനിക്കുന്നത്. അതല്ലാതെ മറിച്ച് ഭൂമിയിലുള്ള ഒരു വ്യക്തി അല്ല എന്നത് കൂടി വെളിപ്പെടുത്താൻ വേണ്ടിയാണ് കർത്താവ് എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതാണ് അവസാന നാഴിക. അതിലേക്കാണ് വരുന്നത്. അതാണ് അവസാന അടയാളം. അപ്പൊ ഉയർത്തെഴുന്നേൽക്കണം, അതാണ് അവസാനം. അതിലേക്ക് ആ നാഴിക വന്നിട്ടില്ല. ഞാൻ ഇവിടെ ആരംഭിച്ചു തുടങ്ങിയാൽ അതിലേക്ക് എത്തിച്ചേരും. അത് ആയോ ഇല്ലയോ എന്നുള്ളത് സ്വർഗീയ പിതാവാണ് തീരുമാനിക്കുന്നത്. അതല്ലാതെ മറ്റാരുമല്ല തീരുമാനിക്കുന്ന അർത്ഥത്തിലാണ് ഇവിടെ കർത്താവ് പറഞ്ഞത്, എനിക്കും നിനക്കും തമ്മിൽ എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട് അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അത് കർത്താവ് പറഞ്ഞത് സ്വർഗീയ ഗീതം ആണെങ്കിൽ അത് ചെയ്യും. പിതാവാം ദൈവം അനുവദിച്ചിട്ടില്ലെങ്കിൽ അത് ചെയ്യത്തില്ല, നടക്കത്തില്ല എന്നുള്ള ഒരു അർത്ഥതലത്തിലാണ് കർത്താവ് എന്റെ നാഴിക വന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നടക്കും. മറ്റൊന്നും ഉള്ള അർത്ഥത്തിലല്ല കർത്താവ് പറഞ്ഞത്. ദൈവത്തിനുള്ള അധികാരത്തിലും പിതാവാം ദൈവത്തിന്റെ ഹിതമല്ലാതെ ഒന്നും താൻ ചെയ്യത്തില്ല എന്നുള്ളതിന്റെയും കൂടെ വ്യക്തതയാണ് ഇവിടെ യേശു കർത്താവ് പറഞ്ഞത്. യേശുവോട് സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ യേശുവിന്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നു അവനൊരിക്കലും അത് നടത്താതെ പോയില്ല. അവന്റെ മുമ്പിൽ ഒരു കാര്യം വന്നാൽ അതിന്റെ സമയം എപ്പോഴാണോ വന്നുവച്ചിരിക്കപ്പെട്ടിരിക്കും, ചെയ്യത്തില്ല എന്നല്ല കർത്താവ് പറഞ്ഞത്. ഇതുവരെ എന്റെ നാഴിക വന്നിട്ടില്ല എന്ന ഇന്ന് രാത്രി സന്ദേശം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മള് യേശുവിന്റെ അമ്മയെ പോലെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ദൈവത്തോട് അറിയിക്കുന്നവരാണ്. അപ്പോൾ കർത്താവ് അത് പ്രവർത്തിക്കുന്ന പിതാവാം ദൈവത്തിന് ഇഷ്ടമനുസരിച്ചാണ്. ഇന്ന് നാഴിക വരുമ്പോൾ അവൻ പ്രവർത്തിക്കും. നമ്മൾ അതുകൊണ്ട് നിരാശപ്പെട്ടു പോവുകയോ പിറുപിറുക്കുകയോ പരിഹസിക്കുകയോ അല്ലെങ്കിൽ നിരാശപ്പെട്ടു പോവുകയല്ല ചെയ്യണം. നമ്മൾ പിന്മാറിപ്പോവുകയല്ല. യേശുവിന്റെ അമ്മ അവിടെ പോയപ്പോൾ ഒരിക്കലും എന്റെ മകനാണെന്ന് പറഞ്ഞ് നീ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ പോയില്ല. അവള് പോയി, അവള് ചെയ്യാവുള്ളത് ചെയ്തു. നാഴിക വന്നാൽ അത് ചെയ്തിരിക്കുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. രാത്രി ഞാൻ പറയട്ടെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ കുറവുകളില്ലാത്ത ഒരാൾക്ക് ആരുമില്ല. ഏത് വിഭാഗം നടത്തിയാലും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറവ് കണ്ടുപിടിക്കാൻ സാധിക്കും. എത്ര നന്നാക്കി നടത്തിയാൽ കുറവുകൾ ഇല്ലാത്ത ഒരു വിഭാഗം നടത്തിയെടുക്കാൻ ആരെ കൊണ്ട് കഴിയും. ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു കുറവ് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് സ്വാഭാവികമാണ്. നമ്മള് ഏതൊരു ഫംഗ്ഷൻ നടത്തിയാൽ എല്ലാവരും തൃപ്തരായിട്ടാണോ? എല്ലാവരും എന്തെങ്കിലും ഒരു കുറവില്ല കണ്ടുപിടിക്കുകയാണെങ്കിൽ അതൊരു മാനുഷികമായിട്ടുള്ള ലോകപരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ എത്ര നല്ല കാര്യം പ്രോഗ്രാം നടത്തിയാലും വേണമെങ്കിൽ അതിൽ നിന്നെല്ലാം കുറവുകൾ കണ്ടെത്താൻ സാധിക്കും. എന്നാൽ ദൈവം ഒരു കാര്യം ചെയ്താൽ അത് പെർഫെക്റ്റ് ആയിരിക്കും, ബുദ്ധിയോളമായിരിക്കും. അപ്പോൾ യേശുവിന്റെ അമ്മ ഉടൻ തന്നെ അവിടുന്ന് നിരാശപ്പെട്ടൊന്നും പോയില്ല. അവൾ ഉടനെ പോയി എന്ത് ചെയ്യുമെന്നറിയാമോ? അടുത്ത സ്റ്റെപ്പ് അവൾ ചെയ്തു. ഒന്ന് അറിയിച്ചു, അവൾ ചെയ്യേണ്ട കാര്യം ചെയ്തു. അവന്റെ അമ്മ ഈ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ യേശുവിന്റെ അമ്മയ്ക്ക് അന്നേരം അറിയാം, മറിയയ്ക്ക് അറിയാമായിരുന്നു സമയമായാൽ ഒന്നത് ചെയ്തിരിക്കും. ഈ കുടുംബത്തിന്റെ വീഞ്ഞിന്റെ വിഷയം അപ്പോൾ ചെയ്യേണ്ട കാര്യമാണ്. അത് നാളെ ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് ചെയ്യേണ്ടതല്ല. പിതാവാം ദൈവത്തിന്റെ ആളുകൾ പ്രകാരമാണ് യേശു ക്രിസ്തു ശുശ്രൂഷ എല്ലാം കഴിഞ്ഞാൽ അവന്റെ പ്രേതനായി അവിടെ വന്നിരിക്കുന്നത്. സന്ദർഭങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ മറിയക്കറിയാമായിരുന്നു അതെ യേശുവിന്റെ ശുശ്രൂഷയുടെ ആരംഭമായെന്നുള്ളത്. ഇനി കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിന് പ്രവർത്തിപ്പാൻ കഴിയും. ഇത് രാത്രിയിലും ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉടനടി മറുപടി ലഭിച്ചില്ലെങ്കിലും കർത്താവിന്റെ നാഴിക അല്ലെങ്കിൽ അവന്റെ സമയം അത് വന്നു കഴിഞ്ഞാൽ ആ കാര്യം
നിവൃത്തിയിരിക്കപ്പെടും എന്നുള്ളത് മറിയയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. യേശുവിന്റെ അമ്മയ്ക്ക് അത് അറിയാമായിരുന്നത്. അവനെ ഗർഭത്തിൽ വഹിച്ചത് മുതൽ ഉൽപാദനമാകുന്നതിന് മുമ്പുള്ള സമയം മുതൽ ദൈവത്തിന്റെ ദൂതുകൾ കേട്ടതും 30 വയസ്സ് വരെ വളർന്നു വന്നതും എല്ലാം കണ്ടും കേട്ടും പഠിച്ച് പരിചയമുള്ളതായിരുന്ന യേശുവിന്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നു, എന്റെ മകൻ സമയത്ത് പ്രവർത്തിക്കുന്നവനാ, കൃത്യസമയത്ത് അവൻ പ്രവർത്തിക്കും, അവന്റെ ഒരു കാര്യം വന്നാൽ അവൻ ചെയ്യാതെ പോവുകയില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു. നമ്മുടെ മാതാപിതാക്കൾക്കും ഒക്കെ ഒരു ഉറപ്പുണ്ടായിരിക്കണം നമ്മൾ ആരാണെന്നുള്ളത്. അതെ, അവർക്കറിയാം, മക്കളെ കുറിച്ച് അറിയാം. നമുക്ക് നമ്മുടെ മക്കളെ കുറിച്ച് അറിയാം, അവര് ആര് ഏത് സ്വഭാവമുള്ളവരാണെന്നുള്ളത്, എങ്ങനെ ചെയ്യുമെന്നുള്ളത് നമുക്കറിയാം. അതുപോലെ മക്കൾക്കും അറിയാം അവരുടെ മാതാപിതാക്കളാണ്. ഈ ബന്ധം ഇവിടെ വെളിപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പം യേശു ആരാണെന്നും യേശുവിന്റെ അമ്മ ആരാണെന്നും ഒക്കെ അവർക്ക് പരസ്പരം അറിയാമായിരുന്നു. യേശുവിന്റെ അവന്റെ അമ്മയെ കുറിച്ച് അറിയാമായിരുന്നു. അതുപോലെ യേശുവിന്റെ അമ്മയാകുന്ന മറിയയ്ക്ക് യേശുവിനെ അറിയാമായിരുന്നു. പരസ്പരമായിട്ടുള്ള ഒരു അറിവ്, കാഴ്ചപ്പാട്, ബന്ധം കുടുംബത്തിലുണ്ടായി. അത് നഷ്ടപ്പെട്ടു പോയില്ല. അതുകൊണ്ടാണ് അവൾ ധൈര്യത്തോടു കൂടി പോയി ശുശ്രൂഷക്കാരോട് പറഞ്ഞത്, യേശു എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് നിങ്ങൾ ചെയ്യുവി എന്ന് പറഞ്ഞു. അതെ, ആ വിശ്വാസമുള്ളതുകൊണ്ട് യേശുവിന്റെ അമ്മ നിരാശപ്പെട്ട വെളിയിൽ പോയി കരയുകയല്ല ചെയ്തത്. അവർക്കറിയാമായിരുന്നു, എന്റെ മകൻ സമയത്ത് പ്രവർത്തിക്കുന്നവനാണ്. രാത്രിയിലും ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, നമ്മുടെ ഇല്ലായ്മകൾ, പോരായ്മകൾ, കുറവുകൾ അത് മറ്റു പലരും പ്രാർത്ഥനയിലൂടെ ദൈവത്തെ അറിയിക്കുമ്പോൾ നാം കാത്തിരിക്കേണ്ടത് ദൈവത്തിന്റെ സമയത്തിന് വേണ്ടിയാണ്. നാം പരിതപിച്ചു പോവുകയോ ഭാരപ്പെട്ടു പോവുകയോ ചെയ്യാതെ ദൈവം അത് ചെയ്യും എന്നുള്ള ഉറപ്പോടുകൂടി അടുത്ത കാര്യങ്ങളെ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ യേശുവിന്റെ അമ്മ ഇറങ്ങിപ്പോയില്ല, നിർബന്ധിച്ചില്ല. ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, നാഴിക ഇതുവരെ വന്നിട്ടില്ല. ഇതിനർത്ഥം പിതാവാം ദൈവത്തിന്റെ ആലോചന കിട്ടിയാൽ ഞാനത് ചെയ്യാം അമ്മേ എന്നാണ് യേശു അവളോട് പറഞ്ഞത്. ഈ വചനത്തെ അർത്ഥം മനസ്സിലായിരിക്കുന്നു. എന്റെ ഇഷ്ടത്തിനോ നിന്റെ ഇഷ്ടത്തിനോ അല്ല, എനിക്ക് നിനക്കുമല്ല നൽകാര്യം. എന്നെ അയച്ച എന്റെ സ്വർഗീയ പിതാവ് തീരുമാനിച്ച, അവൻ തീരുമാനമെടുത്ത സമയമായി എന്ന് പറഞ്ഞാൽ അത് ഞാൻ ചെയ്തിരിക്കും എന്നുള്ളതാണ് ഇവിടെ യേശു തന്റെ അമ്മയോട് പറഞ്ഞത്. സ്വർഗീയ പിതാവിന്റെ സമയം ആകും, അതിന് ഉത്തരം ലഭിക്കും, തന്റെ പുത്രനിലൂടെ അത് വെളിപ്പെടുത്തും എന്നുള്ള ഉറപ്പ് യേശുവിന്റെ അമ്മയ്ക്കുണ്ടായിരുന്നു. രാത്രി സന്ദേശം നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കേട്ടവരായിരിക്കാം. പക്ഷെ ഈ വചനത്തിന്റെ ആത്മീയ വശം എന്ന് പരിശ്രമ വെളിപ്പെടുത്തുമ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലും രാത്രി ഞാൻ പറയട്ടെ, ദൈവാത്മാവി ഞാൻ പറയട്ടെ, പ്രിയപ്പെട്ടവരെ, അവിടെ നടന്നത് സ്വർഗീയ പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി അമ്മയും മകനും നിന്നു എന്നുള്ളതാണ്. പിതാവാൻ ദൈവത്തിന്റെ ഇഷ്ടമല്ലാതെ ഒന്നും ചെയ്യാത്ത യേശുക്രിസ്തു നമുക്ക് മാതൃകയാണ്. അപ്പോൾ ആ ഒരു ക്രിസ്തുവിൽ അടിസ്ഥാനമായി, ദൈവത്തിൽ അടിസ്ഥാനമാക്കി, ദൈവത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കണം നമ്മുടെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കേണ്ടത്. അല്ലാതെ നമ്മളെടുത്ത ചാടിയല്ല ഒന്നും ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ കാണുന്നത്. നമ്മൾ സാധാരണ രീതി ചിന്തിച്ചു കഴിഞ്ഞാൽ യേശുവോട് നമുക്ക് അധികാരമൊക്കെ ഉണ്ടെങ്കിൽ അമ്മയല്ല പറഞ്ഞ പെട്ടെന്ന് തന്നെ അതിന്റെ കാര്യപരിപാടി നടത്തുകയല്ലേ ചെയ്തത്. കർത്താവ് എവിടെയും തന്റെ പിതാവിന്റെ ഹിതം അന്വേഷിച്ചിരുന്നു. ദാസന്റെ കല്ലറയ്ക്ക് വരുമ്പോഴും പിതാവിന്റെ ഇഷ്ടം തിരികതം ചോദിച്ചിട്ടാണ് ലാസന വരുന്നത്. ഇവിടെ ഈ യേശുവിന്റെ അടയാളങ്ങളുടെ ആരംഭം തുടങ്ങുന്ന സമയത്ത് ദൈവമേ, കർത്താവിന്റെ അവസാന ആ സമയത്തേക്ക് പിടിക്കപ്പെടാൻ പോകുമ്പോഴും 3 പ്രാവശ്യം ഗത്സമനയിൽ വീണ് പ്രാർത്ഥിച്ച് അവസാനം നാഴിക വന്നിരിക്കുന്ന പറഞ്ഞു. അപ്പോൾ ആരംഭ സമയത്ത്, അടയാളങ്ങളുടെ ആരംഭമായി തുടങ്ങുന്ന സമയത്തും യേശു പിതാവിന്റെ ഹിതത്തിന് വേണ്ടി കാത്തിരുന്നു. അവന്റെ അടയാളമാകുന്ന അവസാനമാകുന്ന മരണം, അടക്ക പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ ഗത്സമനയിൽ കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച്, കമന്ന് കിടന്ന് പ്രാർത്ഥിച്ച്, വേറിട്ടുപോയി 3 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ച് പറഞ്ഞ് അവസാനം പറഞ്ഞു ദൈവത്തിന്റെ ഹിതം മനസ്സിലായി. കർത്താവിനെ പറഞ്ഞത് കഴിയുമെങ്കിൽ
ഈ പാനപാത്രങ്ങൾ നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്ന പോലെയല്ല, നീ ഇച്ഛിക്കുന്ന പോലെ ആകട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ ഒരു കർത്താവായ യേശു ക്രിസ്തു തന്റെ കഷ്ടതയുടെ സമയത്ത് മാത്രമല്ല പിതാവിനോട് ചോദിച്ചത്, നിന്റെ ഹിതം വെളിപ്പെടുത്തണം. അതെ, ഈ വിരുന്ന് വീട്ടിലും സന്തോഷ വീട്ടിലും യേശു തന്റെ പിതാവിനോട് ചോദിക്കാതെ ഒന്നും ചെയ്തിട്ട് ഇതിനൊരു ആത്മീയമർമ്മം മനസ്സിലാക്കുന്നത്. ഞാൻ രണ്ട് സന്ദർഭങ്ങൾ പറഞ്ഞു. ഒന്ന്, വിരുന്ന് വീട്ടിൽ യേശുവിനത് ചെയ്യാമായിരുന്നു. എന്നാൽ പിതാവിന്റെ സമയം ആയോ എന്നുള്ള അനുവാദം വാങ്ങിയിട്ടാണ് തന്റെ പുത്രൻ, അനുസരണത്തിന്റെ പുത്രനകത്ത് ചെയ്തത്. ഗെത്സമനയിൽ യേശു ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എന്നാൽ താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പായി നാഴിക വന്നോ, പിതാവിന്റെ ഹിതമായോ, ദൈവത്തിന്റെ സമയമായോ എന്നറിയാൻ അവൻ വേറിട്ട് പോയി പ്രാർത്ഥിച്ച് അവസാനം വന്നു പറഞ്ഞു, നാഴികയായി നാം പോക എന്ന് പറഞ്ഞു തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കട്ടിടയാൻ തോന്നുന്നു. നമ്മുടെ ഏത് സന്ദർഭത്തിലും ഏത് സമയത്തും ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണമേ എന്ന ഈ തിരുവചന പഠനത്തിൽ നമുക്ക് മനസ്സിലാകും. രണ്ട് സന്ദർഭങ്ങളോട് ബന്ധം ഞാൻ പറഞ്ഞത്, പലപ്പോഴും നമ്മൾ ആശ്രയിക്കുന്ന കൂടുതൽ കഷ്ടത വരുമ്പോഴാണ് ദൈവം ചോദിക്കുന്നത്. സാമ്പത്തികമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും പ്രതീക്ഷിത എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. വസ്തു വാങ്ങിക്കാം, വീട് വാങ്ങിക്കാം, കല്യാണം നടത്താം, എല്ലാം ചെയ്യാം. അവിടെ കൂടുതൽ ദൈവാശ്രയം വേണ്ടി വരത്തില്ല. എന്നാൽ ഇല്ലായ്മ വരുമ്പോഴാണ് കൂടുതൽ കരച്ചിലുണ്ടാകും. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന് ചില ഇല്ലായ്മകൾ, ദൈവത്തിന് നമ്മുടെ സ്വഭാവം അറിയാം. അതുകൊണ്ട് കൂടുതൽ അവനിൽ ആശ്രയിക്കാൻ വേണ്ടിയ മറ്റുള്ള വ്യത്യസ്തമായിട്ടുള്ള ചില ഞെരുക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരാറുള്ളത്. നമുക്കറിയാവുന്ന ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ആകുന്ന ചെയ്യാൻ കഴിയും. അത് പലപ്പോഴും നമ്മൾ വിചാരിക്കും, നമ്മുടെ ഇത്രമാത്രം പണം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയോടെ ചെയ്യാമല്ലോ. ഞാന് ഭവനം പണിയുന്ന സമയത്ത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, സാമ്പത്തികമായിട്ട് വീട് പണിയൊക്കെ എന്ത് എളുപ്പമാണ്. ശരിയാ, സാമ്പത്തികമുണ്ടെങ്കിൽ എല്ലാം എളുപ്പമാണ്. ദൈവത്തെ കൂടുതൽ ആശ്രയിക്കേണ്ടി വരത്തില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമുക്കറിഞ്ഞ് തിരിച്ച് പ്രയോജനം ചെയ്യാൻ സാധിക്കുന്ന ഇല്ലായ്മയിലൂടെ ചെയ്തെടുക്കുമ്പോൾ അത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ഇവിടെയും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണമെങ്കിൽ അത് ദൈവത്തിന്റെ ഹിതത്തിന് ആവശ്യം ഏൽപ്പിച്ചു കൊടുക്കണം. രാത്രിയിൽ ചില ദീർഘപ്രാർത്ഥനകൾ, ചില ഞെരുക്കങ്ങൾ, ഇല്ലായ്മകൾ അനുഭവപ്പെടുന്നത് ദൈവത്തിൽ ആശ്രയിപ്പാനും ദൈവമഹത്വം വെളിപ്പെടുവാനും വേണ്ടിയാണ്. എന്നാലെല്ലാം ഞെരുക്കത്തിലായിരിക്കുന്നു, പ്രയാസത്തിലായിരിക്കുന്നു, ദുഃഖത്തിലായിരിക്കുന്നു, സന്തോഷം ഇല്ലാത്ത അവസ്ഥയിലായിരിക്കുന്നു, വീഞ്ഞിന്റെ അനുഭവം ഇല്ലാത്ത അവസ്ഥയിലായിരിക്കുന്നു. അതേ ദേശത്ത് നിലവിളി ഉയരുന്നു, വഴികളിൽ നിലവിളി ഉയരുന്നു, അതേ വഴികളിൽ നിലവിളി ഉയരുന്ന അനുഭവം, സന്തോഷം ഒക്കെ ഇരുണ്ടുപോയിരിക്കുന്ന അനുഭവം, ദേശത്തിലെ ആനന്ദം പോയ അനുഭവം, ഇതല്ലേ ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന ഒരു സന്ദർഭം, ഒരു അവസ്ഥകൾ. നമുക്കൊന്ന് വാസ്തവമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക, വീഞ്ഞ് ഇല്ലാത്തത് കൊണ്ടാ, ആത്മാവാകുന്ന സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ടാ ഇതൊക്കെ സംഭവിക്കും. എന്നാൽ നിന്റെ മകനീയ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്കിതെല്ലാം ശൂന്യതകളെ മാറ്റി നിറയ്ക്കാൻ അങ്ങ് കഴിയും. യേശു നിറയ്ക്കുന്നവനാ, നിറവുള്ളവനാ, കൃപമേൽ കൃപ നിറഞ്ഞവനാ, കൃപ നൽകുന്നവനാ, കൃപ നിറഞ്ഞവനാ, കൃപയും സത്യവും നിറഞ്ഞവനാണ് നമ്മുടെ കത്ത്, നിറവുള്ളവനാണ് അവൻ, കുറവുകളെ പരിഹരിക്കുന്നവൻ. അതെ, രാത്രി ഈ സന്ദേശം എനിക്ക് അധികം സമയമെടുത്ത് ചിന്തിച്ച് മുമ്പോട്ട് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ വേഗത്തിലേക്ക് എത്രയും ഭാഗം എടുക്കാം അത്രയും എടുത്ത് ബാക്കി ഭാഗം നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2 or 3 പറവീതം കൊള്ളുന്ന 6 കൽപാത്രമുണ്ടായിരുന്നു. ഇവിടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് ഈ വരുന്ന വിരുന്നുകാർക്കെല്ലാം കൈ കഴുകി, കാലുകൾ കഴുകി അവിടെ ശുദ്ധീകരണമുണ്ട്. യേശുവിന്റെ യോജന ശിഷ്യന്മാർ കൈ കഴുകാതെ എന്തുകൊണ്ട് ആഹാരം കഴിക്കുന്നത്? പൗരന്മാരുടെ സമ്പ്രദായം തെറ്റിക്കുന്നത് പാരമ്പര്യമാണ്. കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് യഹൂദന നിഷിദ്ധമാണ്. അവനെപ്പോഴും കൈ കഴുകിയിട്ട് കഴിക്കുന്നത്. അങ്ങനെ വരുന്ന എല്ലാ അതിഥികളും
കൽപാത്രങ്ങളിൽ ശുദ്ധീകരണത്തിൽ വെച്ചിരിക്കുന്ന ശുദ്ധീകരണ വെള്ളം ഉപയോഗിച്ച് ആ വെള്ളം ഉപയോഗിച്ച് കൈകാലുകളെ കഴുകി. എങ്ങനെയാ അവരുടെ ശുദ്ധീകരണം നിയമം എനിക്കറിയത്തില്ല. എന്തായാലും നമുക്കറിയാമല്ലോ, നമ്മളും ഇങ്ങനെയുള്ള പ്രോഗ്രാമിലൊക്കെ വരുമ്പോൾ കൈകഴുകാൻ സൗകര്യം കൊടുക്കും അവരുടെ നോർക്ക്. പക്ഷെ ഇവിടെ ഇപ്പൊ എല്ലാവരും വന്ന് കൈ കഴുകണമെന്നല്ല, പക്ഷെ അവരുടെ നിയമം അനുസരിച്ച് അങ്ങനെ ചെയ്തിരിക്കണം മസ്റ്റാണ്. അതിനുവേണ്ടി ഈ ശുദ്ധീകരണത്തിന്റെ വേണ്ടി വെച്ചിരുന്ന 2-3 പറവീതം കൊള്ളുന്ന 6 കൽപാത്രമുണ്ടായി. ഇതേക്കുറിച്ച് കണക്കുകൾ പറയുന്നത് ഏകദേശം 95 ലിറ്റർ കൊള്ളുന്ന കൽപാത്രങ്ങൾ. 95 കൽപാത്രം കഴിഞ്ഞപ്പോൾ ഏകദേശം 570 ലിറ്റർ വെള്ളം അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ വെള്ളം അവിടെ കിണറുന്നോ അടുത്തുള്ള എവിടുന്നെങ്കിലും കൊണ്ടുവന്ന് ഒഴിച്ച വെള്ളമാണ്. കൽപാത്രങ്ങളിൽ വെള്ളം വെച്ചിരുന്നു, നിറച്ചു വെച്ചിരുന്ന കൽപാത്രങ്ങളാണ്. പക്ഷെ പലരും അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അതിൽ വെള്ളം തീർന്നിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ ഏറ്റക്കുറച്ചിലൊക്കെ കാണും. 6 കൽപാത്രങ്ങൾ വെള്ളം ഇല്ലാത്ത, അല്ലെങ്കിൽ അത് പകുതിയൊക്കെ അല്ലെങ്കിൽ തീർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എല്ലാവരും വന്ന് ചെറിയ ഒരു വിവാഹ വീട്ടിന് ശേഷമുള്ള വീട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തെ സംഭവമാണ്. എല്ലാ ശുദ്ധിയാണ് കൂടി കയറിപ്പോയതാണ്. 2-3 പറവീതം കൊള്ളുന്ന 6 കൽപാത്രമുണ്ടായിരുന്നു. യേശു അവരോട് ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. വക്കോളവും നിറച്ചു. കർത്താവ് സമയമായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവ് നോക്കിയത് അങ്ങോട്ട് കയറി വന്നപ്പോൾ കണ്ട 6 കൽപാത്രങ്ങളാണ്. വിരുന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ, യേശുവിന്റെ ശിഷ്യന്മാർ വന്നപ്പോൾ ആരും ശ്രദ്ധിക്കാതിരുന്ന 6 കൽപാത്രങ്ങൾ യേശു ശ്രദ്ധിച്ചിരുന്നു. ഏത് കാര്യത്തിന്റെയും ആരംഭത്തിന് മുമ്പ് അതിന്റെ അവസാനം അറിയുന്ന കർത്താവ് ഈ കൽപാത്രങ്ങളെ കണ്ടിരുന്നു. ശുദ്ധികളുടെ നിയമം അനുസരിച്ച്, യഹൂദന്റെ പാരമ്പര്യ നിയമം അനുസരിച്ച് വിരുന്നിന് മുമ്പായി ഒരു ശരീരശുദ്ധി വരുത്തുവാൻ വേണ്ടി വെച്ചിരുന്ന കൽപാത്രങ്ങളെ കണ്ടിട്ടാണ് യേശു അവിടേക്ക് പ്രവേശിക്കുന്നത്. ഈ വന്നു ചേർന്ന എല്ലാവർക്കും, ശുദ്ധികൾ കഴിഞ്ഞ എല്ലാവർക്കും സന്തോഷിക്കേണ്ട ഒരു വിരുന്ന് വീടാണ് കല്യാണത്തെ. ശുദ്ധീകരണം കഴിഞ്ഞ് ആരെല്ലാം അതിൽ കയറിയാവോ അവർക്കെല്ലാം ഉള്ളതായ വേണ്ടതെല്ലാം നൽകേണ്ടതായ ആനന്ദ വീടാണ്, വിരുന്ന് വീടാണ് കല്യാണ വീട്. അത് അവന്റെ പാരമ്പര്യത്തിന് തെറ്റുവരാത്ത രീതിയിൽ കൈകാലുകളൊക്കെ കഴുകി ശുദ്ധീകരണം വരുത്തി വിരുന്നശാലയിൽ പ്രവേശിച്ചിരിക്കുന്നവർ പ്രതീക്ഷിച്ചിരിക്കുന്നത് അവർ മേത്രമായിരിക്കുന്ന ഒരു സദ്യയാണ് കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ആശാൻ ഗോത്രത്തിന്റെ വിഭാഗമല്ലേ, അവര് സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ്. എന്നാൽ അതിന്റെ ഉള്ളറകളിൽ പോരായ്മ വന്നുകൊണ്ടിരിക്കുകയാണ്. നദനയേലിന്റെ വീടിന്റെ ഉള്ളറയിൽ, കല്യാണ വീട്ടിൽ പോരായ്മകൾ സംഭവിക്കുക, കുറവ് സംഭവിക്കുക. മനുഷ്യനെ ആനന്ദിപ്പിക്കുന്ന പ്രധാന ഘടകമായിരിക്കുന്ന വീഞ്ഞ് ഇല്ലാതായിക്കൊണ്ടിരിക്കുക. എന്നാൽ ഈ കൽപാത്രങ്ങൾ വെളിയിലുണ്ടായിരുന്നു. അകത്തെ വീഞ്ഞ് പാത്രങ്ങളെല്ലാം കാലിയാകുമ്പോൾ, അത് ശൂന്യമായിക്കൊണ്ടിരിക്കുമ്പോൾ, ആ വാർത്ത അറിയപ്പെടേണ്ടവരെല്ലാം അറിയപ്പെട്ടു കഴിഞ്ഞപ്പോൾ, അകത്ത് ശൂന്യത വരുമ്പോൾ പുറത്ത് നിറയ്ക്കുവാൻ ഒരുവൻ അവിടെ സന്നിഹിതനായി. രാത്രിയിൽ ഞാൻ ഈ ഭാഗം ഇവിടെ കൺകൂടിയാൻ ആഗ്രഹിക്കുക. നിന്റെ അകത്തുണ്ടാകുന്ന ശൂന്യതകളെ, ഇല്ലായ്മകളെ, പോരായ്മകളെ മറ്റാരും അറിയാതിരിക്കുമ്പോൾ അതിനെ പരിഹരിക്കേണ്ടത് എങ്ങനെയാകുന്നുവെന്ന് തിരിച്ചറിവുള്ളവൻ ഇന്നു രാത്രിയിലും നമ്മുടെ അടുത്ത സന്നിഹിതനാണ്. അതെ, മറ്റാരും അറിയുന്നതിന് മുമ്പായി, സന്തോഷം ഇരുണ്ടു പോകുന്നതിന് മുമ്പായി, ആനന്ദം നഷ്ടപ്പെടുന്നതിന് മുമ്പായി, നിലവിളി ഉയരുന്നതിന് മുമ്പായി യേശു അവിടെ പ്രവർത്തിക്കും. ഞാൻ പ്രവർത്തിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്നായിരിക്കും കർത്താവിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നത്. അതെ, കലവറയിലുള്ള അല്ലെങ്കിൽ നിലവറയിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന വീഞ്ഞിന്റെ ശേഖരം അവിടെ വർദ്ധിപ്പിക്കുകയല്ല കർത്താവ് ചെയ്യുന്നത്. അകത്തുള്ള സാധാരണ രീതിയിലുള്ള എല്ലാ പ്രതീക്ഷകളെയും മാറ്റിക്കൊണ്ട്
പറഞ്ഞിരിക്കുന്ന 6 കൽപ്പനകൾ. ഒരു പ്രതീക്ഷയുമില്ലാത്ത സ്ഥലത്ത് നിന്ന് ദൈവത്തിന് നന്മ പകരുവാൻ കഴിയും. ഇന്ന് രാത്രിയിൽ യദൂദനെ ഏറ്റെടുക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ വാഴ് വിളിച്ചു പറയും, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സ്ഥലങ്ങളിൽ നിന്ന് ദൈവം നിറവിന്റെ അനുഭവത്തിലേക്ക് ദൈവം നയിക്കുക. ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ട് എന്നുള്ളത് കൂടെ കൈമാറിക്കൊണ്ട്, നമ്മുടെ കൂടിവരവുണ്ട് എന്നറിയിച്ചുകൊണ്ട് നമ്മുടെ കഥാവ് നോക്കുന്നത് വെറും പറമ്പിൽ കിടക്കുന്ന വെച്ചിരിക്കുന്ന 6 കൽപ്പാർത്ഥങ്ങളെയായിരുന്നു. അവനതിനെ ശ്രദ്ധിപ്പാനിടയാക്കുന്നു. അവനറിയാമായിരുന്നു അകത്ത് ശൂന്യത വരും, അവിടെ ഇല്ലായ്മ വരും എന്ന കൽപ്പാർത്ഥങ്ങൾ എന്നറിയപ്പെടും. രാത്രി ദൈവങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. അതെ, വീഞ്ഞ് ഭരണികൾ ശൂന്യമായി പോയാലും കൽപ്പാത്രങ്ങളിൽ നിറയ്ക്കുവാൻ കഴിവുള്ളവൻ ഇന്ന് രാത്രിയിൽ നമ്മോട് കൂടിയുണ്ട്. നീ ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ അത് നിറവ് വരുന്നില്ല, അവിടെ വർദ്ധനവ് വരുന്നില്ല. അതിനെ ദൈവം വേണ്ട എന്ന് മാറ്റിക്കൊണ്ട് ആ പഴയ വീഞ്ഞല്ല വേണ്ടിയത്, പുതിയ വീഞ്ഞാണ് കർത്താവ് ഉളവാക്കുന്നത്. കർത്താവ് പറഞ്ഞു, പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയില്ല, പഴയതിൽ പകരത്തില്ല. അപ്പോൾ അകത്തുള്ളതെല്ലാം പഴയതാ, പാരമ്പര്യമാ. പഴയ ഇസ്രായേലിന്റെ യഹൂദന്റെ പാരമ്പര്യത്തിന്റെ ഭരണികളിൽ, വീഞ്ഞ് ഭരണികളിൽ ദൈവം വീഞ്ഞ് പകരുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം നോക്കിയത് മനുഷ്യനാകുന്ന കൽപ്പാത്രങ്ങളെ ദൈവം നോക്കി. 6 കാണിക്കുന്നത് മനുഷ്യനോടുള്ള ബന്ധത്തിലുള്ള, മനുഷ്യനെ സൃഷ്ടിച്ച ദിവസങ്ങളാണ്. അപ്പോൾ ആ കൽപ്പാർത്ഥങ്ങൾ മനുഷ്യനോടുള്ള ബന്ധത്തിലാ. യഹൂദന്റെ പാരമ്പര്യം അനുസരിച്ച് അവന്റെ വീഞ്ഞ് സൂക്ഷിച്ചു വെക്കുന്ന വീഞ്ഞിന്റെ തുരുത്തികളല്ല ദൈവം പകരാൻ ആഗ്രഹിച്ചത്. വെറും പറമ്പിലിരുന്ന കൽപ്പാർത്ഥങ്ങളാകുന്ന മനുഷ്യനാകുന്ന പകരാനുള്ള അവനെ പുതുതാക്കി എടുത്തുകൊണ്ട് ആരും ഇതുവരെ ഒരിക്കലും പകരപ്പെടാത്ത ഏറ്റവും ശ്രേഷ്ഠമേറിയ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ ദാനം നൽകുവാൻ കഴിവുള്ളവൻ അവിടെ ഉണ്ട്. അവൻ പ്രവർത്തിക്കുമ്പോൾ പഴയതിനെ ഒന്നും അവൻ ഉപയോഗിക്കത്തില്ല. അവൻ പുതിയ നിയമത്തിന്റെ സ്ഥാപകനാണ്. പുതിയത് മാത്രമേ ചെയ്യുകയുള്ളൂ. രാത്രിയിലും അതേ പാരമ്പര്യങ്ങളെ ഉള്ള അവസ്ഥയിൽ അതിനെയല്ല ദൈവം എടുക്കുന്നത്, അതിനെ മാറ്റിയിട്ട് പുതിയത് സ്ഥാപിക്കാൻ വന്ന യേശു ആ കല്യാണ വീട്ടിലെ അകത്തുള്ള വീഞ്ഞ് ഭരണികളെയോ വീഞ്ഞ് തുരുത്തികളെയോ നിലവറകളെയോ അല്ല അനുഗ്രഹിച്ചത്, വെളിയിൽ കിടന്നിരുന്ന കൽപ്പാർത്ഥങ്ങളെയാണ് ദൈവം ഉപയോഗിച്ചതെങ്കിൽ നിശ്ചയമായിട്ട് നമ്മുടെ കർത്താവ് ചെയ്യുന്നത് അതിശയകരമായ കാര്യമാണ്. പഴയതിനോട് കൂട്ടിച്ചേർക്കുവാൻ അവൻ ചെയ്യത്തില്ല. അവൻ ചെയ്യുന്ന എത്രയോ അത്ഭുതകരമായ കാര്യമാണ്. ദൈവം വെച്ചാൽ തുറന്ന് ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം എന്ന സമയം പോയതുകൊണ്ട് ഞാൻ ദൂരിന് വിരാമിടുവാൻ കർത്താവ് താല്പര്യപ്പെടുന്നു. എല്ലാ കണ്ണുകളും ദൈവസാലയപ്പെട്ടാട്ടെ. അല്പസമയം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ, ആനന്ദമില്ലാത്ത, സന്തോഷമില്ലാത്ത, നിലവിളി വരേണ്ട അവസ്ഥകളെ ദൈവം കാണുന്നു. നമ്മുടെ അകത്ത് അവസ്ഥകളെ കണ്ടുകൊണ്ട് ദൈവം പുറത്ത് വലിയവ ചെയ്യുന്നവനാണ്. അത്ഭുതങ്ങളെ ദൈവം ചെയ്യുന്നവനാണ്. പുറത്ത് നിന്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തി കഴിയുമ്പോൾ നിന്റെ അകത്തുള്ള വേദന മാറ്റുമെന്ന് ദൈവത്തെ അവൻ പുതുതായി ചെയ്യുന്നവനാ. പുതിയ നിയമത്തിന്റെ സ്ഥാപകനാണ്, അവൻ പുതുമയുള്ളവനാ. അതുകൊണ്ട് കൽപ്പാത്രങ്ങളിൽ മേൽ ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. അവൻ പറഞ്ഞു, കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറക്കുക. രാത്രിയിൽ ദൈവ സാന്നിധ്യമുള്ളതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സ്ഥിതികൾക്കും മാറ്റം വരുത്തുവാൻ കഴിവുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. സർവസാധ്യമാക്കുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ പോരായ്മകളെ മാറ്റും, ഇല്ലായ്മകളെ മാറ്റി നിറച്ചെടുക്കുന്ന അനുഭവത്തിലേക്ക്, ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് ദൈവം നിറവിന്റെ അനുഭവം നൽകുമെന്നുള്ള ദൂത് കൈമാറിക്കൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ്സിന് വിരാമപ്പെടുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.